അമ്മേ, ചെറുക്കന്റെ ഒരു ധൃതി. പിന്നെ നമ്മുടെ സൗകര്യത്തിന് ബസ് കാത്തിരിക്കും അമ്മേ. എന്നാ എണ്ണ മോനെ, എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും തേച്ചു കുളിക്കണം. ആഹാരം നേരത്തിന് കഴിക്കണം. ശരീരം നല്ലപോലെ സൂക്ഷിച്ചോനെ മോൻ. അമ്മേ, ഇനി എന്ത് ചെയ്താലും ശരി ഈ ശരീരം ക്ഷീണിക്കില്ല. വലിയ പഞ്ചായത്ത് ഓഫീസറായെന്നും പറഞ്ഞ് വീടും കുടുംബവും മറന്നുകളയല്ലേ. ഇവിടെ ഒരു ഞൊണ്ടിപ്പെണ്ണും അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെന്നോട് പ്രത്യേകം പറയണോ അമ്മേ? ആ ചേച്ചിയോടെ, ചേച്ചി നിനക്ക് കണ്ണിമങ്ങാച്ചാർ വലിയല്ലേ? പറയേണ്ട കൂട്ടണം കേട്ടോ. ഈ സമയത്ത് ചേച്ചി കണ്ണിമാങ്ങ എവിടെ നിന്ന് കിട്ടി? ഇന്ന് നീ പോകുമ്പോ തന്നു വിടണമെന്ന് പറഞ്ഞ് ഇന്നലെ അവള് തീ പിടിച്ച വില കൊടുത്ത് മേടിപ്പിച്ചതാ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി ഇന്നലെ രാത്രി ഉറങ്ങി കാണില്ലല്ലോ. അത് വേണ്ടായിരുന്നു ചേച്ചി. നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം ഉറക്കളച്ചിരിക്കുന്നതാ. പിന്നെ ഇന്നലെ മാത്രം ഉറക്കളച്ചതാണോ നീ കാര്യമായിട്ട് പറയുന്നത്? എനിക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ ഫലമായിട്ടാണ് ഞാനിന്ന് നിലയിലെത്തിയത്. ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് കണ്ടാൽ എനിക്ക് ഉദ്യോഗത്തിന് പോകാൻ സാധിക്കില്ല. നീ ഒരു ഉദ്യോഗസ്ഥനാകുന്നതിൽ ഈ ലോകത്ത് എന്നേക്കാൾ കൂടുതൽ മറ്റാരെങ്കിലും സന്തോഷിക്കുമാനിയാ? മോനെ, ഒരു കാര്യം മാത്രമേ അമ്മയ്ക്ക് നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളൂ. ചേച്ചിയുടെ വിവാഹകാര്യമല്ലേ എന്റെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്റെ ശ്രദ്ധയിൽ അതെപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെയൊക്കെ പറയും. നീ നിന്റെ ജോലി ശ്രദ്ധിച്ചുയരാൻ നോക്ക്. അതാണ് വലിയ കാര്യം. അവൾ എന്നും നിന്റെ സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അച്ഛൻ മരിച്ച ശേഷം കെട്ടിമുട്ടിപ്പോയി ഈ കുടുംബവും നിന്റെ പഠിപ്പും ആ ഒരു ടൈപ്പ് റേസിൽ വെച്ചാണ് അവൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. എനിക്കറിയാം, അതിന്റെ ശബ്ദം എന്റെ ഹൃദയത്തുടുപ്പ് പോലെ എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടായി. എത്ര നേരമായി അവൻ വലിയ ഉദ്യോഗസ്ഥനായി കണ്ടിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ്. അവൻ പഠിച്ചു, എംഎക്കാരനായി ഉദ്യോഗത്തിന് പോകുന്നു. ഇത് കാണാൻ അങ്ങില്ലാതായിപ്പോയല്ലോ. അച്ഛൻ മരിച്ചിട്ടില്ല, നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിച്ചിരിക്കും. ഞാൻ വരട്ടെ. പോയിട്ടോ പോയിട്ടോ. വരട്ടെ ചേച്ചി. ഒന്ന് വേഗം വരീ. കയറ്. എടോ, ഇത് 10 പൈസയല്ലേ ഉള്ളൂ? എന്റെ കയ്യിൽ അതേ ഉള്ളൂ. പിന്നെ താൻ എങ്ങനെ വള്ളത്തെ കയറും? 20 പൈസയെ കുറഞ്ഞ് വാങ്ങിക്കരുത് എന്നാ അയ്യപ്പൻ കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മാറിയിക്ക്. എടാ തൊമ്മേ, ഉള്ളവരുടെ വാങ്ങിച്ചോ, ഇല്ലാത്തവരെന്താ ഞെക്കി പിടിയുന്നത്? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ പോകും. ഇത് പഞ്ചായത്ത് കിടത്തുള്ളതല്ലേ? സൗജന്യമായിട്ടല്ലേ കിടത്തിട്ടിരിക്കുന്നത്? സൗജന്യമൊക്കെ വീട്ടിലാ. ഈ വള്ളത്തെ കയറണ 20 പൈസയും തരണം. സാറേ, കഴിഞ്ഞ വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ഇരിക്കുന്ന റപ്പായിയാണ് വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞേ, കഴിഞ്ഞ കൊല്ലം ഞാൻ വള്ളത്തിന് വീണു. പിന്നെ ഊന്നാൻ പാടില്ലാതെ ആയി. നമസ്കാരം. എല്ലാവർക്കും വായിൽ വെച്ച് തന്നേക്കാം. തുടങ്ങി അല്ലോ, നമ്മളെ മയ്യത്തെടുക്കാനുള്ളവരാണ്. സോഡാപ്പൊടി കൊണ്ടുവാ.
അമ്മോ ഇരുവായിരുന്നു ഒഴിവെള്ളം ഒഴിവെള്ളം മാറ്റി ഉള്ളിലെ കയ്യിൽ തിരിച്ചു മാറ്റി അമ്മോ അമ്മോ. എടോ അരിയാരെ, തനിക്ക് ഈ വയറ്റുവേദന തുടങ്ങിയിട്ട് വർഷം കുറെ ആയല്ലോ. ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ച് ചികിത്സിപ്പിക്കാൻ പറ്റില്ലേ? അമ്മോ ഇനി അതിന്റെ കുഴപ്പമേ ഉള്ളൂ. എല്ലാത്തിനേക്കാളും വേദന നമ്മുടെ സോഡാപ്പൊടിയാണ്. ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് ഒരു വെച്ച് വേറുണ്ടായുള്ളൂ, ഇപ്പൊ 2 വെച്ചും തുടങ്ങി. കടത്ത് നീന്തിക്കിടന്ന ലക്ഷണം ഉണ്ടല്ലോ. നീന്താനല്ലാതെ പറക്കാനോ? ഇവിടെ മോനെ അന്തോണി, അപ്പൊരു കട്ടക്കാപ്പി വേണം. അരിയാരെ, അപ്പനൊരു കട്ടൻ കൊടുക്കും. ഇയാൾക്ക് ഒരു കട്ടൻ. അലിയാറെ നമ്മൾക്കും വേണം ഒരു കട്ടൻ. നിങ്ങൾ ഈ 20 രൂപ കടം വാങ്ങിയിട്ടില്ലേ, അതിന്റെ പലിശയിൽ കുറച്ചോളൂ. മുടിഞ്ഞു പോകാൻ താൻ ഒരു കൊല്ലം എന്നോട് ചായ കുടിക്കുന്നത്, പലിശ ഇപ്പോഴും തീർന്നില്ലേ? ഇല്ല, ഈ പലിശ ഉണ്ടല്ലോ അത് ഈ പടവിളങ്ങ മാറി വളർന്നോണ്ടിരിക്കും. അങ്ങനെ വളർന്നാലേ ഈ മുതലുണ്ടല്ലോ ചുണ്ടൊക്കെ പോലെ ചുരുക്കൊണ്ടേയിരിക്കും. വിവാദു ആ ഗ്ലാസ് കാപ്പ് ഇട്ട് കവു. അതെ കട്ടനെ ഉള്ളൂ. ആ എന്നാ കവണ്ട. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ് എവിടെയാ? ഞാൻ പറഞ്ഞു തരാം. ചന്തയുണ്ടല്ലോ അതിന്റെ അടുത്ത് നമ്മുടെ ബപ്പപ്പാൻ നാരായണപ്പേട വീടുണ്ടല്ലോ, അതിന്റെ തൊട്ടു മുൻപിലാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഒരേ നാറ്റം. ഇടും മണ്ടമ്പ അത് പഞ്ചായത്ത് കിണറാണ് സാറേ. നമ്മുടെ ഈ കട കണ്ട സാറ് മേപ്പോട്ട് നോക്ക്, മച്ചില് കണ്ട അതിന്റെ മേലെയാണ് പഞ്ചായത്ത് ഓഫീസ്. നമുക്ക് ആളെ മനസ്സിലായിട്ടല്ല. ഞാനിവിടെ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വന്ന പഞ്ചായത്ത് ഓഫീസറാ. പേര് ശ്രീകുമാർ. അപ്പോ ഞമ്മക്ക് ആളെ പൊടി കിട്ടിയില്ല കേട്ടാ. നോക്ക്, നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ലേ നമ്മുടെ പുതിയ പഞ്ചായത്ത് ഓഫീസറാണ്. ഞാൻ ഓഫീസിലോട്ട് പോട്ടെ. ഈ അരിക്ക് ഒരു കോടുണ്ട്, അതിലേ അങ്ങോട്ട് കയറിയാൽ ദൂഷിച്ചു പോകണം, അല്ലെങ്കിൽ പോകുന്നത് എത്തും. പടച്ചോനെ, ഇതും പെർസന്റെ പീസെ പോവാറുണ്ട്. ഇന്ന കൊള്ളാം. ആ പാലം നിർത്തുന്ന ഞാൻ നോക്കി എടുത്തോളാം. പഴയതൊക്കെ പ്രസിഡന്റിന്റെ വീട്ടിൽ അതാൻ അങ്ങോട്ടില്ലേ? താനും കൂടി വന്നാൽ അന്ന് ഇങ്ങ് എടുത്ത് തന്നെ ഇതാ. ഇതെന്താ കൈക്കൂലിയോ? എടോ 20 വർഷമായി ഞാനിവിടെ പിയൂന്റെ ജോലി നോക്കുന്നു. കൈക്കൂലി വാങ്ങാനാണ് ഞാനിപ്പോ മാളിക വീട് വെച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് നിന്നെ പറയുന്നത്? പുതിയ ഓഫീസർ 2 ദിവസം കഴിഞ്ഞാൽ വരും. താൻ എന്നിട്ട് വാ അല്ലേ? എനിക്കെന്ത് വേണം? എന്റെ തെങ്ങിന് മരുന്ന് കളിക്കാൻ അപേക്ഷ കൊടുത്തിട്ട് 6 മാസമായി, ആളുമില്ല മരുന്നുമില്ല ഇതുവരെ. അപേക്ഷയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് നോക്കി നോക്കി ഞങ്ങൾ ഈ പരുവത്തിലായി. ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? താമരത്തിന് പറ. പിന്നെയും വരുന്നല്ലോ. ഇവിടെ എനിക്കെന്താ വേണം? ഇവിടെ എന്തോ പറയുന്നത് കാഴ്ച വെക്കാമല്ല. ഞാനിത്തിന് വന്നതാ. അത് താങ്കൾ കസാല ഇരുന്നെന്തിന് ഇരിക്കാനുള്ളതല്ലേ? അപ്പൊ ഇത് പഞ്ചായത്ത് ഓഫീസർക്ക് ഇരിക്കാനുള്ള കസാലയാണ്. എന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. എഴുതി വെച്ചില്ല. താങ്കൾ ഇരിക്കോ? അല്ലണ്ട, ഞാനിവിടെ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വന്ന ഓഫീസറാണ്. ക്ഷമിക്കണം സാറേ, ഞാൻ അറിയാതെ പറഞ്ഞു വരാം. പേടിക്കണ്ട. ഇവിടുത്തെ സ്ഥിതിഗതികൾ ഞാൻ വരുന്ന വഴിക്ക് കുറെയൊക്കെ അറിഞ്ഞു. അമ്മാവനിലെ സത്യസന്ധനായ പിയൂണിനെ നേരിട്ട് കാണുകയും ചെയ്തു. സാറേ, ഇവിടെ ഇരുന്ന ഓഫീസർമാരെല്ലാം പ്രസിഡന്റ് സാറിന്റെ ചൊൽപ്പടിക്ക് നിന്നിരുന്നവരാ. അതാ ഈ ഓഫീസ് കാര്യങ്ങൾ ഇങ്ങനെ സാറുമാറായിപ്പോയത്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. ഈ പഞ്ചായത്തിന്റെ പുരോഗമനമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും ശ്രമിച്ചു. ഒരു കാര്യം തീർച്ച, ഞാൻ ആരുടെ അടിമയാവില്ല. എന്റെ ഉള്ളിൽ തണുത്ത് സാറേ. ഇങ്ങനെ പറയാനെങ്കിലും ആളുണ്ടായല്ലോ. ആട്ടെ, ഇവിടുത്തെ ഫയലുകളെല്ലാം എവിടെ? എല്ലാം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടിലാ. പഞ്ചായത്ത് ഓഫീസ് എന്നൊരു പേരിന് മാത്രമാണിത്. കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാ. അത് ശരിയല്ലല്ലോ അമ്മാവ. ഇവിടെ പലതും ശരിയല്ല സാറേ. എവിടെയാ പ്രസിഡന്റിന്റെ വീട്? ഞാൻ ഇവിടെ നിന്ന് കൊടുത്തയക്കുന്നതൊക്കെ നീ വേവിച്ചങ്ങ് കുട്ടികൾ കൊടുത്തയച്ചാൽ മതി. അതിന്റെ ഗുണദോഷമൊന്നും നീ നോക്കണ്ട. അതൊന്ന് പിള്ളേരോടൊരു ചത്താലോ? എന്നാലേ ഇവിടുത്തെ പത്തായിരത്തിനകത്ത് നെല്ലുകുത്തി കൊടുത്തേക്കാം. അതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടുത്തെ പഞ്ചായത്ത് സ്കൂളിലേക്ക് വരുന്ന കയർ വിഭവങ്ങൾ മാത്രം കൊടുത്തയച്ചാൽ മതി. അതാ വശത്തായി കൊടുത്തയച്ചേ പോണാണ്. അത് വിറ്റിട്ട് ആർക്കും വേണ്ടാത്ത ഉച്ചകുത്തിയ ഗോതമ്പല്ലയോടാ വാങ്ങിച്ചു കൊടുത്തയക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കെന്താ നഷ്ടം? ചേട്ടാ, ഞാൻ സ്കൂളിൽ ഹെഡ്മാസ്റ്ററാ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാലേ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാ. എന്നാ ഉച്ചയ്ക്ക് പിള്ളേർക്ക് ആഹാരം ഒന്നും കൊടുക്കണ്ടെന്ന് വെച്ചേക്ക്. അവർക്ക് വരുന്ന വിഭവങ്ങൾ നിന്റെ തറവാട്ട് വകയൊന്നുമല്ല. അതാ എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ കൊണ്ട് കേസ് പോടും. ചേട്ടൻ പഞ്ചായത്ത് ബസ് ഉണ്ടാന്ന് വിചാരിച്ച് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട. ഏതായാലും ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുണയുള്ള ആമ്പിള്ളേർ വരുമ്പോഴേ ചെയ്യേണ്ടത് അവർ ചെയ്തോളൂ. എന്തൊരു മനുഷ്യനാ നിങ്ങൾ. അമ്മ വഴി തന്നെയാണ് ഈ മനുഷ്യൻ ജനിച്ചത്. പെണ്ണും പടക്കോഴി ഒന്നും ഇല്ലാത്തവരല്ലേ. അതുകൊണ്ട് കുറെ ആദർശ രോഗങ്ങളൊക്കെ കാണും. കൊച്ചച്ഛനായതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. വേറെ പലരും ഞാൻ തൂത്തുവാരി റോഡിൽ എറിഞ്ഞാനേ.
ആരാ രാമനായരെ മനസ്സിലായില്ലല്ലോ. അയ്യോ, പുതിയ ഓഫീസറാ. പുതിയ ഓഫീസറോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. കുഞ്ഞലക്ഷ്മി നോക്കി നിൽക്കാണോ? എന്തെങ്കിലും കുടിക്കാനെങ്കിൽ എടുത്തോ? അയ്യോ, ഇപ്പോഴൊന്നും വേണ്ട. ദുഃഖമില്ല, ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കുടിക്കാൻ പോകുകയോ. അപ്പോ എന്താ പേര്? ശ്രീകുമാരൻ. മറ്റൊന്നും വിചാരിക്കരുത്, നായർ തന്നെയല്ലേ? ശ്രീകുമാരൻ നായർ എന്നാണ് എന്റെ മുഴുവനും പേര്. അങ്ങനെയാ വരൂ, മുഖം കണ്ടാൽ അറിയാമല്ലോ. എന്നാ കുഞ്ഞുകുഞ്ഞ് എന്തോ ആ ചാവടിയെല്ലാം അടിച്ചു വാരി ശരിപ്പെടുത്ത്. സാറിന് താമസിക്കാനുള്ളതാ, വേഗം ചെല്ലേ. ഞാൻ ഓഫീസിൽ താമസിച്ചോളാം. ഓഫീസിലോ? അയ്യോ, മനുഷ്യരാരെങ്കിലും അവിടെ താമസിക്കുമോ? നിറച്ചു മൂട്ടയാ. ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചവനാ, സാരമില്ല. ഇവിടെയാണെങ്കിൽ ഊണുമല്ല ഇവിടെ തന്നെ. ആ, ഊണിനും ഞാൻ മറ്റെന്തെങ്കിലും ഏർപ്പാട് ചെയ്തോളാം. മുമ്പ് ഇവിടെ നിന്ന് ഓഫീസർമാരെല്ലാം കുഞ്ഞുലക്ഷ്മി വെച്ച ആഹാരവും കഴിച്ച് ഈ ചാവടിയിലാ താമസിച്ചിരുന്നത്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. സാറ് വന്നത് ആ ഫയലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറയാനാ. ഫയൽ കൊണ്ടുപോകാനോ? എങ്ങോട്ട്? ഓഫീസിലോട്ട്. ഓഫീസിലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയാൽ പോരെ. ഫയൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ക്ഷമിക്കണം, ഓരോ കാര്യത്തിനും ഇങ്ങോട്ട് ഓടി വന്ന് അങ്ങേ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പഞ്ചായത്ത് ഫയലുകൾ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്. അത് സൂക്ഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ. അതുകൊണ്ട് ആ ഫയലെല്ലാം രാമൻ നായരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കണം. ഇന്ന് വൈകുന്നേരം ഞാൻ പഞ്ചായത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങ് അധ്യക്ഷം വഹിക്കണം. അതുകൂടി പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് വേറെ അപ്പം ജോലി തിരക്കുണ്ട്. സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. രാമൻ നായരെ, ആ ഫയലെല്ലാം എടുത്ത് ഓഫീസിലെത്തിക്കണം. സാർ, ഫയല് ഫയല് ആ ചാവടി കിടപ്പുണ്ട്, എല്ലാം മാറി തീർത്തുകൊണ്ട് പോ. ഇവനൊരു അഹങ്കാരിയാണെന്ന് തോന്നുന്നു. ഇയാൾ അപ്പുറത്ത് അഹങ്കാരികൾ നമ്മൾ കണ്ടിട്ടില്ലേ? ആ സോഡാപ്പൊടിയുടെ ഉണക്കപ്പൊട്ടും കടലയും തിന്ന് ഇയാൾ എത്ര ദിവസം ജീവിക്കാനാ? അതെ അതെ, ഇച്ചിരി പുഞ്ചേരി ചോറ് ഉള്ളണമെങ്കിൽ അവനിവിടെ വന്നേ പറ്റും. അല്ലാതെ വേറെ എവിടുന്ന അയാൾക്ക് ഈ പ്രദേശത്ത് ചോറ് കിട്ടുക? അച്ഛാ, നല്ല കൂട്ടാനൊന്നുമില്ല. ഇതും കൂട്ടി അദ്ദേഹം എങ്ങനെയാ ഊണ് കഴിക്കുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു ഊണ് തയ്യാറാക്കാമായിരുന്നു. അയ്യോ, ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു മോളെ, നമ്മൾ കഴിക്കുന്നതിൽ പങ്ക് മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ പറയാനാ. എന്നാലും അദ്ദേഹം ഒരു ഓഫീസറല്ലേ, നമുക്കാ നാണക്കേട്. ആ സോഡാപ്പൊടിയുടെ കടയിൽ ഊണ് കഴിച്ചിട്ട് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇത്തിരി ആഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ അയ്യാന്ന് പറയാൻ നിൽക്കും. എന്നാ അച്ഛൻ താമസിക്കണ്ട, വേഗം പിടിച്ചു. എന്താ മോളെ? ഇതിന് കാശുവല്ലം തന്നാ മേടിക്കരുത് കേട്ടോ. അത് പിന്നെ നീ പ്രത്യേകം പറയാൻ വഴി. ആ മോളെ, ഇതുവരെ ഉണ്ടായിരുന്ന ഓഫീസർമാരെ പാടിയല്ല ഇപ്പോഴത്തെ സാറ്. നല്ല വിനയം, ഏതോ കൊള്ളാവുന്ന തലവാട് പറഞ്ഞ ആളാണെന്നാ തോന്നുന്നത്. അമ്മാവ, എന്റെ അമ്മയുടെ കൈകൊണ്ട് വെച്ചു വിളമ്പിത്തരുന്ന ആഹാരം പോലെ ഉണ്ടായിരുന്നു. ഭാര്യയോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കുഞ്ഞെ, എന്റെ ഭാര്യ എന്നെയും ഒറ്റ മകളെയും വിട്ടു പിരിഞ്ഞു പോയിട്ട് 6 വർഷമായി. അപ്പോ അമ്മാവിന്റെ മകളാണോ ഇതൊക്കെ വെച്ചത്? അതെ, അവളെ കോളേജിൽ പോകാനുള്ള തിരക്കിനിടയിലായി ഇതൊക്കെ ചെയ്തത്. വേണ്ട പോലെയൊക്കെ ഒത്തിട്ടുണ്ടോന്ന് അറിയില്ല. മകൾ കോളേജിൽ പഠിക്കുന്നു? അതെ, BSc. ഇത് അവസാനത്തെ കൊല്ലമാണ്. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവളുടെ അമ്മ മരിച്ചത്. പിന്നെ ഒരു 3-4 വർഷം വെറുതെ ഇരുന്നു സാർ. ഞാൻ കരുതി ഇത്രയും പഠിപ്പിച്ച ചിന്ത വെറുതെ ഇരുത്തുന്നു. അതുകൊണ്ടാ സാറേ ഞാൻ കഷ്ടപ്പെട്ട് വീണ്ടും പഠിപ്പിക്കുന്നു. ഇക്കാലത്ത് പഠിപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അമ്മ. ഇതിരിക്കട്ടെ, എനിക്ക് എന്നും ഊണ് തരണം. വേണ്ട കുഞ്ഞെ, ഞാനിതിന് പണം വാങ്ങി. എന്നാൽ എനിക്ക് ചോറും വേണ്ട. കുഞ്ഞെ, കുഞ്ഞിന് മറ്റൊന്നും തോന്നരുത്. ഞാനില്ലായ്മക്കാരനാണ്. എങ്കിലും പണം വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞിന് ചോറ് തരാൻ എനിക്ക് മനപ്രയാസമുണ്ട്. എനിക്കിവിടെ ഇപ്പോൾ നല്ല ജോലി തിരക്കാണ്. അതുകൊണ്ടാണ് ഇതുവരെ വീട്ടിലേക്ക് വരാൻ കഴിയാഞ്ഞത്. ഒരടുക്കും ചിട്ടയുമില്ലാത്ത ഒരു പഞ്ചായത്തായിരുന്നു ഇത്. പക്ഷേ ജനങ്ങൾ പഞ്ചായത്ത് വിളക്കുകളും കടത്തുവള്ളങ്ങളും ഒക്കെ ഇവിടെ പ്രശ്നങ്ങളാണ്. ഓരോന്നായി അതെല്ലാം പരിഹരിച്ചു വരുന്നു. ഗ്രാമത്തിലെ കാരണവന്മാർക്ക് വേണ്ടി ഒരു വയോജന വിദ്യാഭ്യാസ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. 50 വയസ്സിന് മുകളിലുള്ളവരാണ് വിദ്യാർത്ഥികൾ. ആരാത്? ആരാ? മനസ്സിലായില്ലല്ലോ. എനിക്ക് ഒരു ടെൻഡർ ടൈപ്പ് കിട്ടിയ കൊള്ളായിരുന്നു. വളരെ അത്യാവശ്യമാണ്. നാളെ രാവിലെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. നോക്കട്ടെ.
ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ. നാളത്തെ തരണമെങ്കിൽ സൗകര്യമായിരുന്നു. അയ്യോ അത് പോരാ, ഇത് ടൈപ്പ് ചെയ്ത് കിട്ടിയിട്ട് ഇന്ന് ട്രിവാൻഡ്രത്തിൽ കൊണ്ടുപോകാനുള്ളതാണ്. നാളെ രാവിലെ കൊടുത്തില്ലെങ്കിൽ ഒരു മേജർ വർക്ക് നഷ്ടപ്പെടും. അയ്യോ, രാവിലെ മുതൽ അവൾ ഇത്ര നേരം ടൈപ്പ് ചെയ്യായിരുന്നു. അത് സാരമില്ലമ്മേ, അത്യാവശ്യമുള്ള കാര്യമല്ലേ. കുറച്ചിരിക്കും, ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്തോണ്ട് തരാം. ചായ കുടിക്കൂ. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു. സാരമില്ല. അമ്മയുടെ മകനെന്താ ജോലി? അവൻ പഞ്ചായത്ത് ഓഫീസറാ. കഴിഞ്ഞ മാസമാ ജോലി പ്രവേശിച്ചത്. മോനെന്താ ജോലി? എനിക്ക് ഗവൺമെന്റ് കോൺട്രാക്റ്റാ. ആ, ഭാര്യയും കുട്ടികളും ഒക്കെ? ഇല്ല, ഇതുവരെ അടുത്തറ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇനി വേണം അതൊക്കെ ആലോചിക്കാൻ. ഇതാ. വെരി ഗുഡ്. ഇതിനെന്ത് ചാർജായി? 4 രൂപ. ഇത്തവണ പറ്റിച്ചെടുത്തില്ലേ പഠിച്ചാ എന്റെ ഹരിയാനെ, താൻ ഈ ആരെയും കൊണ്ട് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെന്തിനാ? എന്ത് പറയാനാണ് രാമനാരെ? 10ാമത്തെ മാസമാണ്. 2 മാസം കൂടി നമ്മൾ ഉണ്ടായാലേ ഇത് പറഞ്ഞത് ആനക്കുട്ടിയായിട്ട്. എന്നിട്ട് ഇതുവരെ ചില പറ്റിയില്ലേ? എവിടുന്ന് പറ്റാൻ? ഇപ്പൊ ഞമ്മക്കൊരു സംശയം. ഇങ്ങനെ കൂടെ കൂടെ പോയിട്ട് മുട്ടന് ചെന വന്നോന്ന്. ഹലോ, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോ ആടിനെയും മാടിനെയും ഒക്കെ കുത്തിവെച്ച് ചെനയുണ്ടാക്കുന്ന ഒരു പുതിയ ഏർപ്പാട് തുടങ്ങാൻ പോവാ. അപ്പൊ തന്റെ ആടും രക്ഷപ്പെടും. അല്ല ഉള്ളതാ സത്യം. പടച്ചോനെ, പുതിയ ഓഫീസർ വന്നതിന് ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് എന്തൊക്കെ പരിഷ്കാരമാണ് വന്നിട്ടുള്ളത്. റോഡൊക്കെ അടിച്ച് വൃത്തിയാക്കി, മനുഷ്യന്മാർക്ക് ഇരുട്ടത്ത് കണ്ണു കാണാൻ വേണ്ടി വെളിച്ചമൊക്കെ ഉണ്ടാക്കി, പള്ളിക്കൂടത്തിൽ ഉച്ചക്ക് പിള്ളേർക്ക് ഭക്ഷണം നേരിട്ടല്ല ഇപ്പൊ കൊടുക്കുന്നത്. തങ്കപ്പെട്ട മനുഷ്യനാണ്. മാത്രോ ഇപ്പൊ പഞ്ചായത്ത് കുളം വെട്ടാൻ പോവാ അടുത്ത് തന്നെ. അതോ നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങി വെട്ടണം. പിന്നെ അല്ല, താൻ എവിടെ പോയിട്ട് വരുന്നു? ഞാനിപ്പോ ട്രഷറി പോയി ബില്ല് മാറി പണവുമായിട്ട് വരിക. അല്ല, ഇത് നിറച്ചു ഉറുപ്പിയാണ്. ഓ പടച്ചോനെ, പഴയ കാലത്തെ പഞ്ചായത്ത് ഓഫീസർ ആണെങ്കിൽ പാതി പണം ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബായലില്ല. ഇപ്പോഴത്തെ സാറേ ചുണക്കുട്ടിയാണ്, ചുണക്കുട്ടി. അപ്പൊ നമ്മ പറ്റേ. ശരി. അപ്പോഴേ രണ്ട് നന്നാരെ നമുക്കൊരു സംശയം. ഈ ആടിനെ മാടിനൊക്കെ കുത്തിവെക്കണ്ടല്ലോ, അതുപോലെ മനുഷ്യന്മാരെയും കുത്തിവെക്കുവോ? അല്ല, അങ്ങനെയാണെങ്കിലേ നമ്മൾ ആമിനൂനെ കയറിട്ട് ഇതുപോലെ ഒരു ദിവസം പഞ്ചായത്ത് ഓഫീസിൽ പോകും. ഒന്ന് വേണാട്ടെ. താഴെ ഇട്ടു. എടാ എരപ്പാളി, നിനക്ക് ആളും തരം തിരിച്ചറിഞ്ഞൂടെ? ഗീതയ്ക്ക് കടത്ത് സൗജന്യമാണ്, കാശ് തിരിച്ചു കൊടുക്ക. ഇതാ, എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവൾ എത്ര മുട്ടിയിട്ടും അടുക്കുന്നില്ലോടാ. അങ്ങനെ മുട്ടിയാലൊന്നും അടുക്കുന്ന കൂട്ടത്തിലല്ല കുഞ്ഞെ അവള്. എടാ തൊമ്മി, ഞാനൊന്ന് നോക്കട്ടെ. ആ? എന്ത് വേണം? അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയാൽ എങ്ങനെ? മാറി നിൽക്ക്. പിണങ്ങാതെ. എനിക്ക് ഗീതയെ വളരെ ഇഷ്ടമാണ്. നമുക്കൊന്ന് കൂടിയിട്ട് പോവാം. തെമ്മാടി. അയ്യോ, എന്നെ വിടെ. തെമ്മാടി, എന്നെ വിടെ. അയ്യോ.
പഹേനെ പേടിച്ച് ഈ നാട്ടിൽ ഒരൊറ്റ പെമ്പിള്ളേര് പുറത്തിറങ്ങൂലായിരുന്നു. വേണ്ട, നമ്മുടെ ആട് വരെ പുറത്തിറങ്ങൂലായിരുന്നു. കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. അങ്ങ് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മോളെ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസർക്ക് അടിയും തട അറിയാൻ പാടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഉഴിച്ചിലറിയാം. സാറാണോ പഞ്ചായത്ത് ഓഫീസർ? അതെ. അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയൂലേ? ഇല്ല. സാറേ, ഇത് നമ്മുടെ രാമൻ നായരുടെ മോളാണ് ഗീത. ഗീതയോ? ഗീത കൊടുത്തയക്കുന്ന ചോറ് ഞാൻ ദിവസം ഉണ്ണാറുണ്ട്. പക്ഷെ ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചില്ല. അതിനെന്ത് ഇപ്പൊ കണ്ടില്ലേ? ഞാൻ വരട്ടെ. ഒറ്റയ്ക്ക് പോകാൻ ഭയമില്ലല്ലോ? അതോ ഇങ്ങനത്തെ പേടിക്കണം. ആ പായം പോയ വഴിയിൽ പുല്ല് മുളക്കൂല. പാടി പാടി. ഷാ വരുന്നൊരു വാക്കോ. അറപ്പായി. കൊശവൻ. ഓടോ, അവിടെ ഇരിക്ക. കൊശവനല്ല, കൊശവൻ. വേറെ ആർക്കെങ്കിലും പറയാമോ? നമ്മൾ പറയാം. മാഷി 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 മാഷി. മാഷി മാഷിക്ക് തെറ്റത് കണ്ട അതൊരു ബെടക്ക് പിടിച്ച അച്ഛനോടൊന്ന് എടുത്ത് കളമാസ്. മാഷി നമ്മളെ കൊണ്ട് പറയിപ്പിച്ചാൽ നമ്മളെ മുന്നിൽ തെറ്റും. വേറെ ആരെങ്കിലും പറയാം. നന്നായിരിക്കും. നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക്. അത് മതി. ഓട്ടെ, അവനെ ഭരിച്ച് കള. സാ വരുന്ന ഒരു വാക്ക് പറയൂ. കമ്മത്തെ. സമ്മനം. സമ്മനം. നമ്മളെ താഴെ പോലും നമ്മളെ തള്ളിയിട്ടില്ല. നീട്ടി കൊടുത്ത ഇത് നമ്മുടെ ഭാര്യക്ക് ചിലപ്പോൾ വരും. ഈ വേദന. പക്ഷെ അത് കുഴുമ്പനാണ്. അതോ അതോ അല്ല അല്ല പൊക്കാണ്ട് തടവാൻ ആളുകൾ നിൽക്കുന്ന കണ്ടില്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയി കയ്യിൽ പറ്റേക്കണമെന്ന്. ഈ ആലാക്ക് പഠിക്കുന്നിടത്ത് കയറി വരും നമ്മൾ വിചാരിച്ച. എന്നാ പിടിക്കും. ഇനി നീ പഠിക്കും. നമ്മൾ പഠിച്ചു വെച്ചേക്കണത് മഷിയുടെ ഷായനാണ്. നമ്മൾ പോയി കുറച്ചേരം. അയ്യോ, ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അമ്മ കുഴച്ച എന്നെങ്കിലും ഉണ്ടാ. നീ പോയി കിടക്ക്. ഞാൻ ഇരിക്കാം. നിങ്ങളുടെ കയ്യിൽ പറ്റേക്ക്. ഇരിക്കൂ. അടുത്ത അക്ഷരത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളൊരു തമാശ കാണിച്ചതാ. ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷമായിട്ട് കൊണ്ടാടും. അല്ല, അതിനെന്ത് പറഞ്ഞോ? വായൊക്കെ പൊരിച്ചെത്ര, സുഖീനെത്ര, പരിപ്പോടെത്ര? അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് രാവിലെ കൊടിയേറ്റം, വൈകുന്നേരം പൊതുയോഗം, അത് കഴിഞ്ഞ് കലാപരിപാടി. നിങ്ങൾ എല്ലാരും കൂടി ഒരു നാടകം അഭിനയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നമുക്ക് ഉത്തര രാമായണം കഥ കളിക്കാം. അപ്പൊ ഞമ്മള് ദശരഥം. പക്ഷേ ശ്രീരാമന്റെ വേഷം ഞാനെടുത്തോളാം. ആ കഥ എഴുതിയിട്ട് കൊടുക്കണം. എല്ലാരും പഠിക്കും. അറിയാൻ പാടില്ല. ഞമ്മളെങ്ങനെ കാണാപ്പാടം പഠിക്കാനാണ്? അത് ശരിയാണ് മാഷേ. ഈ കഥ ഇവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അവരുടെ മനോധർമ്മം പോലെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കട്ടെ. ഒരു പുതുമയായിരിക്കും. അപ്പൊ നാളെ ഉത്തരരാമായണം കഥ. 15 വർഷമായിട്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചത് ഇന്നാണ്. ഈ പഞ്ചായത്ത് കുളം ഒന്ന് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന ഓരോ ഓഫീസർമാരോടും നമ്മൾ പറഞ്ഞതാണ്. സാറ് മാത്രമാണ്. നിങ്ങളുടെ ഒക്കെ സഹകരണം ഉണ്ടെങ്കിൽ ഒന്നൊന്നായി നല്ല കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. എന്തായി താൻ പോയ കാര്യം സാധിച്ചോ? ഇല്ല ലിയാരെ, കയ്യിൽ കാശില്ലെന്ന്. അടച്ചോനെ ചതിച്ച. നാളെ നമ്മുടെ മോക്ക് ഫീസ് കൊടുക്കേണ്ടതല്ലേ? വേണം. ഇയാത്തു വാ. എന്താണ് നിന്റെ കൗത്തിലും കാതിലുള്ള ഊര്? അല്ലോ എന്തിനാ? നമ്മൾ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ഊരാൻ പറഞ്ഞില്ലേ? എന്തിനാ? രാമനായരെ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഗീത ഞങ്ങളുടെ മോളാണ്. ഇതുകൊണ്ട് വിറ്റിട്ടെങ്കിലും നാളെ അവർക്ക് ഫീസ് കൊടുക്കണം. വേണ്ട ലിയാരെ, ഇത് ഞാൻ വാങ്ങില്ല. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. രാമനായരെ, ആകെ നമുക്കുള്ള സ്വത്ത് ഈ ഒരു പിടി മണ്ണാണച്ച. എന്റെ പഠിത്തത്തിന് വേണ്ടി ഇതും പണയപ്പെടുത്തണോ? മോളെ, എല്ലാ വഴിയും ഇനി ഇതല്ലാതെ അച്ഛൻ നോക്കിയിട്ട് മറ്റു മാർഗങ്ങൾ ഒന്നും കാണുന്നില്ല. എങ്കിൽ ഞാൻ എന്റെ പഠിത്തം നിർത്താം. നീ പഠിച്ചു പാസ്സാവുന്നത് കാണാൻ നിന്റെ അമ്മ മുകളിൽ ഇരിപ്പുണ്ട്. ഞാൻ അവൾ വാക്കു പറഞ്ഞവൻ.
എനിക്ക് ആ വാക്ക് നിറവേറ്റാൻ ഞാൻ പ്രമാണം. അറിഞ്ഞു തന്നെ അലിയാര് പറഞ്ഞ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. ആ പ്രമാണം ഇങ്ങനെ അമ്മാവന് പണത്തിന് ആവശ്യമുള്ളപ്പോ എന്നോട് ചോദിക്കാം. അതിൽ ഒരു അഭിമാനക്കുറവുമില്ല. ഈ പ്രമാണം കൊണ്ടുപോയി പെട്ടിയിലിട്ട് അമ്മാവ ഇത് വാങ്ങിച്ചു. ഗീതയുടെ ഫീസ് കൊടുക്കും. വേണ്ട, ഞാനിത് വാങ്ങില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മാവനിത് വാങ്ങണം. സ്നേഹമേ ഉള്ളൂ കുഞ്ഞ്. പക്ഷേ എനിക്കിങ്ങനെ വാങ്ങി ശീലമില്ല. അമ്മാവ ഇത് കൈക്കൂലിയൊന്നുമല്ല. എന്നാലും ഞാനിത് തിരിച്ചു തരണ്ടേ? അമ്മാവ ഇല്ലായ്മയിൽ കൂടിയാണെങ്കിലും ഒരു നേരത്തെ ആഹാരം നിങ്ങൾ എനിക്ക് തൃപ്തിയായി തരുന്നില്ലേ? ആ വകയിൽ ഞാൻ തരേണ്ട പണം ഒന്നിച്ച് തരുന്നതായി കണക്കാക്കിക്കൂടി. ഇനി ആലോചിക്കാനൊന്നുമില്ല. പിന്നെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ വരട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോലെ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാനല്ലോ വിചാരിച്ചു. ശരി, അങ്ങനെ വരട്ടെ. മോളെ വേഗം പോയി ചോറ് കൊണ്ട് ഇല്ലേ? അത് വേണ്ട. ഒരു വിഷമം വരാനില്ല മോളെ. എന്താ അച്ഛനും മകളും കൂടി രഹസ്യം പറയുന്നത്? സാറേ, ഇവള് 3-4 വർഷം പഠിക്കാതെ വീട്ടിലിരുന്നത് കൊണ്ട് ഇപ്പൊ പഠിത്തത്തിന് സ്വല്പം പിന്നോക്കമാണ്. ഒരു ട്യൂഷൻ ഏർപ്പെടുത്താനുള്ള കഴിവ് എനിക്കൊട്ടില്ല. സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സമയം പോലെ വന്ന് വല്ലതും അവർക്ക് പറഞ്ഞു കൊടുക്കെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അത്രേ ഉള്ളൂ. ഇത് പറയാനാണ് ഇത്രയും വിഷമിച്ചത്. ഗീതയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനും അത്ര മിടുക്കനൊന്നുമല്ല. എന്നാലും അറിയാവുന്നത് സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞുതരാം. വലിയ ഉപകാരം സാർ. പഠിത്തം ഇക്കൊല്ലം കൊണ്ട് തീരും. നിങ്ങളുടെയും പെങ്ങളുടെയും വിവാഹം ഒന്നിച്ച് നടത്തി കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം. എന്നാ നന്ദിനിയുടെ അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾ അമ്മമാർ തമ്മിൽ ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ശരി മോനെ. ചേട്ടൻ എന്നെ വിളിപ്പിച്ചേ. എടാ, ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലം ആരുടേതാ? നമ്മുടെ രണ്ടുപേരുടെയും കൂടെ. അപ്പൊ നീ എരപ്പാളിത്തരമാണല്ലോ കാണിച്ചത്. പുതിയ പഞ്ചായത്ത് ഓഫീസർ കൂട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിലാണോ? ഞാനെന്താ എരപ്പാളിത്തരം കാണിച്ചു? നീ 3 സെന്റ് സ്ഥലം സ്കൂളിൽ വിട്ടുകൊടുത്തില്ലേ? നമ്മുടെ സ്കൂള് മിഡിൽ സ്കൂളാക്കി ഉയർത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിനൊരു 3 സെന്റ് സ്ഥലം കൂടെ ആവശ്യം വന്നപ്പോ ഞാൻ വിട്ടുകൊടുത്തത്. എനിക്കും കൂടി അവകാശപ്പെട്ട സ്ഥലം എന്നോട് ചോദിക്കാതെ നീ എന്തിനു വിട്ടുകൊടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നീ എന്നെ മനഃപൂർവ്വമാനല്ലേ? അയ്യോ, എനിക്ക് ആരെയും അവമാനിക്കണമെന്ന് ഉദ്ദേശമില്ല. ഈ നാട് നന്നായി കണ്ടാക്കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് എന്റെ സ്വത്ത്. അവരുടെ നല്ല ഭാവിയാണ് എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം എന്റെ മകന്റെ ഭാവിയാണ്. അതുകൊണ്ട് എന്റെ വകയായ 1.5 സെന്റ് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആകെ 3 ഏക്കർ ഭൂമിയല്ലേ ചേട്ടാ? അതിൽ ഈ 3 സെന്റ് കഴിച്ച് ബാക്കി മുഴുവൻ ചേട്ടന്റെ പേർക്ക് ഇന്ന് തന്നെ എഴുതി തന്നേക്കാം. എന്താ തൃപ്തിയായല്ലോ? ചേട്ടാ, ഞാൻ പറയുന്നുണ്ടെന്നും വിചാരിക്കരുത്. മകന് വേണ്ടി സമ്പാദിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. അവനെ നല്ല വഴിക്ക് വളർത്തിയാലേ അത് അനുഭവിക്കാൻ യോഗം കാണും. മഹാത്മാഗാന്ധിയോ? അവന്റെ തലയ്ക്ക് വട്ടാടി.
ഏതായാലും 1.5 ഏക്കർ ഭൂമിയുള്ളത് ഇങ്ങ് പോന്നല്ലോ. അച്ഛാ അറിഞ്ഞോ, പഞ്ചായത്ത് കടത്തിന് ആരുടെ കാശ് വാങ്ങിക്കുന്നത് പോലും. ആരുടെ ഉത്തരവാണ് ഇത്? പുതിയ പഞ്ചായത്ത് ഓഫീസറിന് വാങ്ങിച്ചവൻ എന്തോ ചെയ്യും? നിയമം മൂലം തടയും പോലും. ഇവൻ ഓരോ കാര്യത്തിലും നമ്മുടെ നടുവടി ചോദിക്കാണല്ലോ അച്ഛാ. അവൻ കുത്തി കുത്തി മുറത്തിക്കറി കുത്തുകയാണല്ലോ. ഇവനെ ഇങ്ങനത്തെ വളർത്തിയാൽ നമുക്ക് ഭയങ്കര അപകടമാവും അച്ഛാ. എടാ, ഒരു ഒറ്റ എണ്ണത്തിന് കാശില്ലാതെ നീ വെള്ളത്തിൽ കയറ്റണ്ട. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. കാശുണ്ടെങ്കിൽ കയറിയാ മതി കേട്ടോ. അപ്പൊ പിന്നെ ഈ ബോർഡോ അത് വച്ചവരോട് തന്നെ ചോദിക്കണം. കടത്തുവള്ളത്തേക്കാരനെ കാശ് തരണം. വാടോ അന്തോണി, ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. താ വെള്ളം വിടറോ. ഞാൻ പതിച്ച നോട്ടീസ് പോലും അവഗണിച്ച സ്ഥിതിക്ക് അയ്യപ്പന്റെ കോൺട്രാക്ട് ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. അമ്മ, നാളെ തന്നെ പുതിയ ടെൻഡർ വിളിക്കും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ കുഞ്ഞെ. നേരാ, അയ്യപ്പൻ ആള് സ്വാധീനമുള്ളവനാ. പോരാത്തതിന് അവൻ ചട്ടമ്പിയുമാണ് സാർ. അത് കളാ, സാറിന്റെ കലയുടെ ചൂട് അവൻ ഒരിക്കൽ അറിഞ്ഞതാ. എപ്പായി ഒരാളെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? നിയമം നടത്താൻ എന്നാലാവുന്നതും ചെയ്യും. പിന്നെ മറ്റുവല്ലോ വന്നാൽ വരുന്നിടത്ത് വെച്ച് കാണും. സാറേ, ഇത് കണ്ട മനുഷ്യന്റെ ബേസവും കെട്ടി നടക്കണ ഹിമാരികൾക്കുള്ളതാണത്. സാറിന്റെ മേൽ ആരെങ്കിലും തൊട്ടാ അവന്റെ ചങ്കിലി നമ്മൾ കയറ്റി. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലേ ആരെ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. ഞാൻ നാളെ തന്നെ ടെൻഡർ വിളിക്കും. അപ്പൊ ഞാനൊന്ന് എഴുതി തരട്ടെ സാർ. ആർക്ക് വേണമെങ്കിലും എഴുതി തരാം. നമ്മുടെ കോൺട്രാക്ട് റദ്ദ് ചെയ്യാൻ ഇവൻ ആരാടാ? നീ വെള്ളം മറച്ച് ആരാ തടയുന്നു ഞാൻ നോക്കട്ടെ. നമ്മൾ എന്തിനാ വഴക്കിന് പോകുന്നത്? നമുക്ക് ടെൻഡർ കൊടുത്താ പോരെ? നമ്മളെക്കാൾ കുറഞ്ഞു മറിച്ച് മറ്റു വല്ലവരും കൊടുത്താൽ നമ്മൾ തോറ്റില്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെത്തിട്ടില്ലടി. നമ്മൾ ടെൻഡർ കൊടുത്താൽ ആരും കൊടുക്കില്ലെന്നേ. അയ്യപ്പ, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നിയമം ലംഘിച്ചൊന്നും വേണ്ട. നീയും ടെൻഡർ കൊടുത്തേരെ. എങ്ങനെ വരുന്നു നോക്കാം. ശരി, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഒരു ടെൻഡർ ഞാൻ കൊടുത്തേക്കാം. അപ്പോ എന്റെ പ്രകാരം നമ്മുടെ പഞ്ചായത്ത് കടത്തുകൊണ്ട് നടത്താനുള്ള അവകാശം അന്തോണിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ എനിക്ക് നാളെ തന്നെ വണ്ണം ഇറക്കാമല്ലോ. പോകും ഇറക്കാമല്ലോ. അത് സാധ്യമല്ല. അന്തോണി കടത്തുള്ള ഇറക്കാൻ സാധ്യമല്ലെന്ന്. അവൻ എനിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. എനിക്കെന്തോ വേണം? അയ്യനെ, എന്തിനീ വഴക്കും വയ്യാവേലിയൊക്കെ? ന്യായപ്രകാരം അന്തോണിയുടെ ടെൻഡറാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവൻ വള്ളം ഇറക്കട്ടെ. ന്യായം പറയാൻ നീ ആരാടാ? മൈഷേട്ടോ. ഇവിടെ വള്ളം ഇറക്കാൻ പോകുന്ന ആരാണെന്ന് എനിക്കൊന്ന് കാണണം. വള്ളവർക്കണ ആരാണെന്ന് ചോദിച്ചാ അന്തോണി. ഇതുവരെ കൈയിട്ട് വായത് പോരെ നമുക്ക്. നീ വല്ല പാവങ്ങളും പേച്ചോട്ടടാ. നീ നിന്റെ പോക്കിന് പോടാ. ഇടോ, തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചതിന്റെ പല്ലിയാൻ കുഴിച്ചളയും. ബാപ്പ വിചാരിച്ചാ നടക്കില്ല. പിന്നെ എല്ലാം ചെയ്യും. നീ ചട്ടം വേണം നിന്റെ കയ്യിൽ. അല്ലേ ഒന്ന് പിണ്ടാതിരിക്കുക. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നിട്ടാ പറഞ്ഞാ എന്ത് ചെയ്യണോ? കുത്തി മനസ്സിലായി വിടോ പോലെ നമ്മൾ നോക്കൂല. അയ്യപ്പനെ കുത്താൻ നിന്റെ കൈ പൊങ്ങോളാ. അയ്യപ്പ, ഇത് ഓഫീസാണ്. നിനക്ക് റൗഡിസം കാണിക്കാനുള്ള സ്ഥലമല്ല. ഈ വർഷം അന്തോണി തന്നെ വെള്ളം ഇറക്കും. കടക്ക് പുറത്ത്. ഇപ്പം ഞാൻ പോകാം. നാളെ വള്ളം ഇറക്കിക്കാൻ നിങ്ങൾ അവിടെ വരുമല്ലോ. അവിടെ വെച്ച് കാണാം. അത് ന്യായം. അവിടെ വെച്ച് കാണാം. നാളെ അന്തോണി തന്നെ വള്ളം ഇറക്കും. നമ്മൾ ആദ്യം അതിൽ കയറി അക്കരക്ക് പോകും. വേണ്ടി വന്നാൽ നമ്മുടെ കടയും കൊണ്ടുപോകും നമ്മൾ. ഇന്ന് മുതൽ 1 വർഷത്തേക്ക് ഈ കടത്ത് വെള്ളത്തിന്റെ കോൺട്രാക്ട് അന്തോണിക്ക് കൊടുത്തിരിക്കുകയാണ്. കടത്ത് സൗജന്യമായിരിക്കും. അക്കരയ്ക്ക് പോകാനുള്ളവർക്ക് വള്ളത്തിൽ കയറാം. ആരെങ്കിലും വള്ളത്തിൽ കയറിയ കാലി ഞാൻ വിട്ടു. എന്റെ ഓർഡർ അനുസരിച്ചാണ് വെള്ളം ഇറക്കുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കടവിൽ മറ്റൊരുത്തം വള്ളം ഇറക്കത്തില്ല. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസറാണെങ്കിൽ വെള്ളം ഇറക്കും. അന്തോണി, ആ കഴുക്കോളിങ്ങെടുക്ക്.
ഒരു തെറ്റ് പറ്റിപ്പോയ ഈ ചെന്ന് ഓർത്ത് ക്ഷമിക്കണം. എന്റെ പൊന്നുമോയെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ ഇറക്കി തരണം. ഇത് കൊണ്ടുപോയി പോലീസ് ഇൻസ്പെക്ടറുടെ കൈ കൊടുക്കും. അയ്യപ്പനെ നമുക്ക് തന്നെ പുറത്തിറക്കാം. അവൻ അകത്ത് കിടക്കുന്ന കഷ്ടമല്ലേ. ശരി. വെള്ളക്കുടി ഉണ്ടോ? വെള്ളക്കുടി വെള്ളക്കുടി ആ വെള്ളക്കുടി കാണിച്ചാലേ യുദ്ധം നിർത്തുള്ളൂ. അപ്പോ യുദ്ധത്തിന്റെ ഇടയെ കയറി വന്ന് ബെടക്കാക്കിയല്ല. സാറേ നമ്മളിപ്പോ ആരാണ്? നമ്മുടെ കെട്ടുകൾ പണ്ട് ബെല്ലിട്ടില്ലേ വണ്ടി ചക്രത്തിന്റെ തൊളയില് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനാരാണ് അസുഖം? ഇവനെ മജ്ജാണ്. അടുത്ത ആഴ്ച നാടുകൊല്ലേ അതിന്റെ റിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കല്ലേ. നാടകത്തിന് യുദ്ധം വേണോ? അയ്യോ വേണ്ട സാർ വേണ്ട. പറയാ എന്താ അലിയാരെ തൊപ്പിയും വാളും ഒക്കെ ഉണ്ടാക്കി റിഹേഴ്സൽ ആരംഭിച്ചോ? വാള് കൈ കിട്ടിയപ്പോ ഞമ്മക്കൊരു പൂജി. എന്താ രണ്ടുപേരും കൂടെ? നിർമ്മൽദേവ ഈ അനിയനും ചേട്ടനും ഇതുവരെയ്ക്കും നമ്മൾ രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് കമ്മത്തെ. പറച്ചുവനെ കാക്ക മരുന്ന് പറക്കണം. അലിയാരെ കൂടുതൽ 3-4 ചായ ഉണ്ട്. ഞമ്മ ഇപ്പൊ കൊണ്ടുവരാം. ഇയാത്തോ സാറിനെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നോ? എന്താ കാര്യം? പിരാന്തല്ല ഞമ്മള് കളിക്കുന്ന നാടകത്തിലെ രാജാവിന്റെ വേഷമാണത്. രാജാവിന്റെ പേരെന്താണെന്നറിയാവോ? അത് നിന്റെ ബാപ്പാന്റെ പേരായിരിക്കും. ഞമ്മള് കളിക്കുന്ന രാജാവിന്റെ പേര് ദശരഥമാണ്. അലിയാരെ പ്രസിഡന്റ് സാറും മാഷും ഒന്നിച്ച് മുകളിലേക്ക് പോകുന്നത് കണ്ടല്ലോ. വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? രണ്ടും കൂടി സബൂരായിട്ട് നമ്മുടെ സാറിനെ കാണാൻ വന്നിരിക്കുക. എന്താ കാര്യം? അത് നമ്മൾ ചോദിച്ചില്ല. ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്. ഇവിടെയുള്ള ബമ്പന്മാരെയെല്ലാം നമ്മുടെ സാറ് പിടിച്ചോടത്തുകൊണ്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി പുല്ലും വെള്ളം കൊടുത്താൽ മതി, നിന്നോട് തിന്നോളൂ. അയ്യപ്പൻ എന്ത് സമർത്ഥനായ ചെറുപ്പക്കാരനാണ്. അയാളെ നേർവഴിക്ക് കൊണ്ടുവന്നാൽ ഈ നാട്ടിന് എന്ത് പ്രയോജനമായി? പണം കൊണ്ട് എല്ലാം നേടാമെന്ന് ഞാൻ കരുതി. മനുഷ്യരുടെ വെറുപ്പ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നു മുതൽ ചേട്ടനും അയ്യപ്പനും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളുമെന്ന് ഞാൻ ഉറപ്പു തരും. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പനെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. നേരം ഇനി മാഷ് വേണം അയാളെ നേർവഴിക്ക് കൊണ്ടുവരാൻ. അങ്ങനെയല്ല, ഞാൻ അയ്യപ്പനെ ഇങ്ങോട്ട് അയക്കുകയാണ്. ഇന്നു മുതൽ അവൻ സാറിന്റെ സഹോദരനാണ്. 3 ഒന്നായ ഞമ്മക്ക് അപ്പോഴേ അറിയാം. കണ്ടു കഴിഞ്ഞാ 3 ഒന്നാകുമെന്ന്. ആ എന്നാ ഒരു ചായ കുടിക്കും. ഒന്ന് നമ്മളെ കുടിക്കാം. ഇന്നു മുതൽ സാർ എന്ത് പറഞ്ഞാലും ശരി, അത് നിറവേറ്റാൻ ഞാൻ മുന്നിലുണ്ടായിരിക്കും. വളരെ സന്തോഷം. അയ്യപ്പ, നീ എന്നും ഓഫീസിൽ പോണം. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ നീ ഉൾപ്പെടണം. നാം ഒരുമിച്ച് നിന്നാൽ ഈ ഗ്രാമത്തിന് വേണ്ടി എന്തെല്ലാം നന്മ ചെയ്യാം. ഇത്രനാളും നിങ്ങളോട് സഹകരിക്കാതെ പോയതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഈ സന്തോഷം എന്നേ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും ചേട്ടൻ അത് മനസ്സിലാക്കിയല്ലോ. സാറേ, നമുക്ക് ഇറങ്ങാം. ഊണ് കഴിക്കാതെ. ഇന്ന് ഇവിടെ ഊണ് കഴിക്കാം. ഞാൻ ആദ്യമായി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നെ ഊണ് കഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് നിരസിക്കേണ്ടി വന്നു. ഇന്ന് ഞാൻ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. വിജയലക്ഷ്മി, വേഗം വിളമ്പ്. ഇന്നെന്റെ ഊണ് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഒരു നേരത്തെ ഊണ് തന്നെയല്ലോ, സാരമില്ല. അവിടത്തെ രുചി പറ്റിപ്പോയാൽ കുഴപ്പമാ. ഇതിനു മുമ്പുണ്ടായിരുന്ന ഓഫീസർമാർക്കെല്ലാം അതാണ് സംഭവിച്ചത്. ഞാനാ വലയിൽ വീഴുന്നവനല്ലെന്ന് അറിയാമല്ലോ. ഏതായാലും ഈ സംഭവം കൊണ്ട് വഴക്കൊതുക്കി തീർന്നു. അതെ, ചേച്ചിയുടെ വിവാഹക്കാര്യം എന്തായി? ഇതുവരെ ഒന്നും ആയില്ല. ആ വിവാഹം വേഗം നടക്കാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ചേച്ചിയുടെ വിവാഹം താമസിക്കും തോറും നമ്മുടെ കാര്യം നീണ്ടു പോവാണ്. ഇത് എനിക്ക് വേണ്ടി കാത്തിരിക്കും. തീർച്ചയായും ചേട്ടന്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. നീ എന്നും എന്റേതായിരിക്കും. പ്രിയമുള്ളവരെ, ഇത്തവണത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഇത്രയും മംഗളകരമാക്കി തീർക്കാൻ സഹകരിച്ച നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത പരിപാടി നിങ്ങളേവരും കൗതുകത്തോടെ കാണാൻ കാത്തിരിക്കുന്ന ഉത്തരരാമായണം നാടകമാണ്. കഥയുടെ വിശുദ്ധി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ
നമ്മുടെ കാരണവന്മാർ ഇത് അവതരിപ്പിക്കുന്നു അവരുടേതായ ഭാഷയിലും ആശയത്തിലും. അവർക്ക് പല തെറ്റുകളും സംഭവിച്ചു വരാം. അതെല്ലാം നിങ്ങൾ സദയം ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവർ ദശരഥൻ അലിയാർ, കൈകേയി ഉണ്ണിപ്പിള്ള, ശ്രീരാമൻ പാച്ചുപിള്ള, ലക്ഷ്മൺ അന്തോണി, സീത ശ്രീനിവാസ കമ്മത്ത്, ഹാർമോണിയം റപ്പായി, തബല തൊമ്മി. നാടകം ആരംഭിക്കുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്നേ അവൾ. എന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാലുടൻ ഞാൻ അവളെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാൽ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. മോനെ, പെറ്റമ്മയേക്കാൾ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി രാപകലില്ലാതെ പാടുപെട്ട നിന്റെ ചേച്ചിയേക്കാൾ വലുതാണോടാ ഇന്നലെ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടി. കുഞ്ഞുനാളിൽ വിഷപ്പനി വന്ന് നീ തളർന്നു വീണപ്പോൾ പാതിരാത്രിയൊന്നും നോക്കാതെ മരുന്ന് വാങ്ങാൻ അവൾ ഇറങ്ങി ഓടി. അന്ന് വീട് കാരൊടിഞ്ഞത് കൊണ്ടാണടാ ഇന്നും അവൾ ഞൊണ്ടി നടക്കുന്നത്. അതെല്ലാം ഇത്ര പെട്ടെന്ന് മറന്നു പോയല്ലോടാ മോനെ. എന്റെ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല അമ്മേ. ഇല്ല, നീ മറന്നു മോനെ. ഒരു മകളുടെ മനസ്സ് അമ്മയ്ക്കേ അറിയൂ. ഒരു നിധി കിട്ടിയ സന്തോഷമായിരുന്നടാ അവൾക്ക് ഈ വിവാഹം. അവളുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ നീ കാരണക്കാരനായാൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കുന്നെന്ന് നീ വിചാരിക്കരുത്. അമ്മേ, അനിയ, ചേച്ചി ഇങ്ങ് വരൂ. ഇവിടെ ഇരിക്കും. നീയും അമ്മയും സംസാരിച്ചത് മുഴുവനും ഞാൻ കേട്ടു. ഞാനൊരു നന്ദിയില്ലാത്തവനാണെന്ന് ചേച്ചിക്ക് തോന്നി അല്ലേ? ഒരിക്കലുമില്ല അനിയ. എന്റെ തോളിൽ കിടന്നാണ് നീ വളർന്നത്. ഈ കൈപിടിച്ചാണ് നീ പിച്ചു നടന്നത്. നിന്റെ മനസ്സ് മറ്റാരേക്കാൾ കൂടുതലായി ചേച്ചിക്കറിയാം. അമ്മ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. ചേച്ചി, നിന്റെ സന്തോഷം മാത്രമേ ഈ ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്കൊരു വിവാഹാലോചന വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോഴും അങ്ങനൊന്നും വന്നിട്ടില്ലെന്ന് ഞാൻ കരുതിയാൽ പോരെ. നോക്ക്, ഈ ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ല അനിയ. ചേച്ചിയുടെ ഹൃദയത്തിന്റെ അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. നീ വിഷമിക്കണ്ട. നീ ആഗ്രഹിച്ച വിവാഹം അമ്മയോട് പറഞ്ഞ് ഈ ചേച്ചി നടത്തിച്ചു തരാം. പോരെ, വിഷമിക്കണ്ട. നീ കിടന്നുറങ്ങ. എന്നോട് ക്ഷമിക്കുമോ? ഞാൻ ഇന്നലെ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷം വേണ്ടെന്ന്. അമ്മ നിശ്ചയിച്ച കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു. മോനെ, പെൺകുട്ടി ഒന്ന് കാണണ്ടേ? വേണ്ടത്. അമ്മ നിശ്ചയിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. മുഹൂർത്തം കുറിപ്പിച്ചോളൂ, ഞാൻ ലീവ് എടുത്തു വരാം. ചേച്ചി, ഈ കണ്ണുകൾ ഇനി ഒരിക്കലും നനയരുത്. ഞാൻ വരട്ടെ അമ്മേ. എന്താ ഇന്ന് ചോറുണ്ടില്ല. എന്താ, വല്ല അസുഖമാണോ? എനിക്കൊന്നും മനസ്സിലായി. ഇനി വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ എന്തോ.
ഞാൻ ചോദിച്ചിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല. ഈ അസമയത്ത് ശ്രീയേട്ടനെ കാണാൻ ആരെങ്കിലും കണ്ട? ഇവിടുന്ന് പോയ ശ്രീയേട്ടനല്ല തിരിച്ചു വന്നതെന്ന് വള്ളക്കടവിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതാണ് ഒന്നും ആലോചിക്കാതെ ഈ സമയത്ത് ഞാനിങ്ങ് പോന്നത്. ശ്രീയേട്ടൻ എന്താ ഊണ് കഴിക്കാഞ്ഞത്? നല്ല സുഖം തോന്നില്ല. എന്താണ് അസുഖം? ചേച്ചിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായോ? ഇല്ല, ആ വിവാഹം ഉറച്ചു. എങ്കിൽ പിന്നെ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ വിവാഹം ഉറക്കണ്ടായിരുന്നു. അതെന്താ, ചെറുക്കന് അത്രയ്ക്ക് മോശമാണോ? അല്ല, അതല്ല. പിന്നെ പറയൂ ശ്രീയേട്ടാ. ഗീതേ, ആ വിവാഹം നടത്താൻ ഞാനൊരു വലിയ പ്രതിഫലം നൽകാൻ ബാധ്യസ്ഥനായിപ്പോയി. പണത്തിന്റെ പ്രശ്നമാണോ? എങ്കിൽ സാരമില്ലായിരുന്നു. ഇതതിനേക്കാൾ വലുതാണ്. തെളിച്ചു പറയൂ. നമ്മുടെ സ്നേഹം. സ്നേഹമോ? എനിക്ക് മനസ്സിലായില്ല. പറയൂ ശ്രീയേട്ടാ, നമ്മുടെ സ്നേഹം പ്രതിഫലമായി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അമ്മാവനോ? സാറേ, സാറൊരു വലിയ മനുഷ്യനാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഈ പാവപ്പെട്ട എന്നോട് ഇത് വേണ്ടായിരുന്നു സാർ. ഇത്രയും നാളെ നമ്മളോട് കാണിച്ച ഈ സ്നേഹത്തിന്റെ പിറകിൽ ഇങ്ങനെ ഒരു ചതിവുണ്ടാവുമെന്ന് നമ്മൾ കരുതിയില്ല സാറേ. അയ്യാരെ, സ്നേഹിക്കുന്ന തെറ്റാണ് എങ്കിൽ ആ ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പാതിരാത്രിയിൽ മുറിയിൽ വിളിച്ചിരുത്തിയാണോ സ്നേഹിക്കുന്നത്? അതിനിവിടെ വേറെ പേരാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ എന്റെ മനസ്സിൽ തെറ്റിന്റെ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. നായരെ, ഏതായാലും ഇത് ഇവിടം വരെയായി. ഇത് നാട്ടുകാരറിഞ്ഞ് പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവര് സ്നേഹിച്ചെന്നല്ലേ പറയണത്. ഇവര് തമ്മിൽ കെട്ടട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നേരത്തെ തുറന്നു പറയാമായിരുന്നു. ഞാൻ സമ്മതിക്കുമായിരുന്നു. നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി ഇതുവരെ ഇദ്ദേഹം നമ്മളെ മുമ്പ് നല്ലവനെ അഭിനയിക്കായിരുന്നു. നിനക്കത് മനസ്സിലാവില്ലേ? എന്നെ വിവാഹം കഴിക്കാമെന്ന് ശ്രീയേട്ടൻ ഉറപ്പ് പറഞ്ഞിരുന്നു അച്ഛാ. അതുകൊണ്ടാണ് ശ്രീയേട്ടൻ വിഷമിച്ചിരിക്കുന്നെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ. നിർത്തടി നായരെ, ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരും ആഗ്രഹിച്ച കാര്യമാണ്. ഇപ്പൊ ഇവിടെ വെച്ച് രണ്ടുപേരെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ആള് ബുദ്ധി. സാറേ, ഗീത ഞമ്മടെ മോളാണ്. അവളെ ഇപ്പൊ കെട്ടിക്കൊള്ളാന്ന് ഇവിടെ വെച്ച് നമുക്ക് വാക്ക് തരണം. സാറെന്താ ഒന്നും ഉണ്ടാക്കുന്നത്? അയ്യാരെ, ഗീതയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നടി? നിങ്ങൾ എന്താണ് പറഞ്ഞത്? അവളെ കെട്ടാൻ നിങ്ങൾക്ക് വയ്യെന്ന. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അവളെ ചതിക്കാൻ വേണ്ടി സ്നേഹിച്ചാണെന്ന് പറ. ഞാനവളെ സ്നേഹിച്ചത് സത്യമാണ്. പക്ഷേ എനിക്കത് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. എന്റെ കുടുംബത്തോടുള്ള കടമ നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ ചേച്ചിക്ക് വേണ്ടി, അവരുടെ വിവാഹം നടക്കാൻ വേണ്ടി എനിക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ശ്രീയേട്ടൻ മറ്റൊരു വിവാഹം ചെയ്യാൻ പോകുന്നെന്നോ? ശ്രീയേട്ടൻ തിരിച്ചു വന്ന ഉടൻ നമ്മുടെ വിവാഹകാര്യം അച്ഛനോട് പറയാമെന്ന് സമ്മതിച്ചിട്ടല്ലേ ശ്രീയേട്ടൻ പോയത്? എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നല്ലേ ശ്രീയേട്ടൻ പറഞ്ഞത്? ആ ശ്രീയേട്ടനാണോ എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നത്? എന്നോട് ക്ഷമിക്കൂ ഗീത. സാറേ, ഇത് കണ്ട, ഇതെന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ട. മനുഷ്യന്മാരുടെ വേഷവും കെട്ടി നടക്കുന്ന ഹിമാറുകളെ കൊല്ലാൻ നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ നിങ്ങളോളം വലിയ ഹിമാറില്ല. നിങ്ങൾ പൊട്ടുപോയത്
ലിയാരെ, വേണ്ട, ഇനി ഒരു നിമിഷം കൂടി നമുക്കിവിടെ നിൽക്കണം. നമുക്കിറങ്ങാം. ഇല്ല, നമ്മൾ സമ്മതിക്കൂല. നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇപ്പൊ ഇവിടെ വെച്ച് ഇവരുടെ കല്യാണം നടത്തണം. വേണ്ട ലിയാരെ, സ്നേഹിച്ച പെണ്ണിനെ തള്ളി പറഞ്ഞു ഈ മനുഷ്യന്റെ കൂടെ ഞാൻ എന്റെ മകളെ അയക്കില്ല ലിയാരെ. സാറേ, നിങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് നിങ്ങൾ അഭിമാനമാണ് വലുത്. ഇപ്പൊ തൃപ്തിയായ സാറേ, ഞങ്ങൾക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാനേ അറിയാവൂ, സതിക്കാൻ അറിഞ്ഞൂടാ. സാറ് ഞമ്മളോട് കാണിച്ചത് പടച്ചോന് പോലും നിരക്കാത്ത ചതിവാണ്. ഒരപേക്ഷയേ ഉള്ളൂ, നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത്. നാളെ നേരം വെളുക്കുമ്പോ ഈ നാട്ടിലെ മനുഷ്യന്മാര് നിങ്ങളുടെ മുഖം കാണരുത്. കണ്ടാ കാർക്കിച്ച് തുപ്പും. അന്തോണി, അന്തോണി, അക്കരെ പോ. കണ്ണു നിറയുന്നത് സന്തോഷം കൊണ്ട്. ഈ ലോകത്ത് എന്നെ ഇഷ്ടപ്പെടാൻ ഒരാളുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്ദിനി, ഞാൻ ഇഷ്ടപ്പെട്ടത് സ്നേഹം നിറഞ്ഞ നിന്റെ മനസ്സിനെയാണ്. എന്റെ കണ്ണുകളിൽ നിനക്കൊരു കുറവില്ല. ഞാൻ ഭാഗ്യവതിയാണ് ചേട്ടാ. നന്ദിനി, ചേട്ടാ, ഒന്നുമില്ല. മാലതി കിടന്നോളൂ. ചേട്ടൻ കിടക്കുന്നില്ലേ? എനിക്ക് നേരത്തെ കിടന്നാൽ ഉറക്കാൻ പറ്റില്ല. ഈ ദിവസം ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ദിവസമാണെന്ന് പറയാറില്ലേ? എന്താണ് ചേട്ടാ അങ്ങനെ? എനിക്കറിഞ്ഞൂടാ. ചേട്ടാ, മാലതി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞില്ലേ?
എന്താ മോളെ? കാപ്പി. നീ എന്താ ഇവിടെ കിടന്നു? ഒന്നുമില്ല. മാലതി എന്താ കരഞ്ഞോണ്ട് പോയത്? എനിക്കറിയില്ല. ആദ്യ രാത്രി കഴിഞ്ഞ് ഭർത്താവിന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഭാര്യയുടെ മുഖം എങ്ങനെയിരിക്കുമെന്ന് എനിക്കറിയാം. ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും അറിയാം. ആ മുഖമല്ല മാലതിയിൽ കണ്ടത്. അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഞാനവിടെ കഴുത്തിൽ താലി കെട്ടി. അതിനപ്പുറമുള്ളതെല്ലാം സ്നേഹത്തിന്റെ കാര്യങ്ങളാണ്. മോനെ, പഴയ കാര്യങ്ങളെല്ലാം മറക്കണം. അതിന്റെ പേരിൽ നിന്നെ വിശ്വസിച്ചു വന്ന ഒരു പെൺകുട്ടിയെ നീ വേദനിപ്പിക്കരുത്. അമ്മ എന്നോട് ക്ഷമിക്കണം. മാലതിയുടെ ഭർത്താവായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. അഭിനയിക്കാനേ കഴിയും. ഇവിടെ കല്യാണം കഴിഞ്ഞ് പല ദിവസങ്ങളായി. ഇതുവരെ എന്നോട് സ്നേഹമായി ഒരിക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സ്നേഹക്കുറവായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പേ പറയാമായിരുന്നില്ലേ? ഇപ്പോഴെന്നോട് ഒരു പ്രതികാരം ചെയ്യുന്നത് പോലെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിന് തക്കവണ്ണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്താലേ ശിക്ഷ അനുഭവിക്കാവൂന്നില്ല. ശരി ചെയ്തിട്ടും ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിലാണ് നീ ഞാൻ. കാരണം അറിഞ്ഞിട്ട് ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ സാരമില്ല. ഒന്നും അറിയാതുള്ള ഈ അവഗണന മരണത്തിന് തുല്യമാണ് ചേട്ടാ. ഞാൻ മരിച്ചു കഴിഞ്ഞവനാണ്. എനിക്കൊരു കോൺഫറൻസിന് പോകണം. ഞാൻ നാളെ വരും. എവിടെയാണ് കോൺഫറൻസ്? അതല്ല, എന്റെ ഓഫീസ് കാര്യങ്ങളാണ്. നീ അറിയണമെന്നില്ല. ഭവാനിയമ്മേ, നിങ്ങളുടെ മകന് മറ്റൊരു പെണ്ണുമായി ബന്ധമുള്ള കാര്യം നിങ്ങൾ മനഃപൂർവ്വം എന്നോട് മറച്ചു വെച്ചതാ. മാധവിയമ്മേ, എന്നെ വിശ്വസിക്കൂ. ഞാൻ വിവാഹം കഴിഞ്ഞാൽ എല്ലാം നേരെയാകുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ മകനും മകളും നന്നാവാൻ വേണ്ടി എന്നെ നോക്കൂ. നിങ്ങളുടെ മോളും എന്റെ മോളുമായി എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. മാലതിയുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ വിഷമം എനിക്കുണ്ട്. എന്റെ വേദന കേൾക്കാൻ അവിടെ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നെല്ലാം തുറന്നു പറഞ്ഞത്. ഈ കണ്ണീരുണ്ടെന്ന് ഒരു കാര്യമില്ല. നിങ്ങളുടെ മകളെ എന്റെ മകന്റെ തലയെ കെട്ടിവെക്കാനല്ലേ നിങ്ങൾ നോക്കിയത്? അമ്മേ, എന്താണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്തിട്ട് പ്രശ്നമില്ല ഇത്. ഞാൻ അളിയനെയും അവളെയും കണ്ടോ സംസാരിക്കട്ടെ. അച്ഛൻ ഇവിടെ ഇല്ല. ഞാൻ ഗീതയെ കാണാനാണ് വന്നത്. എന്തിന്? നിന്നോട് മാപ്പ് ചോദിക്കും. ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. നിന്നെ കണ്ട് മാപ്പ് ചോദിച്ചാൽ എന്റെ മനസ്സിന്റെ ഭാരം അല്പം കുറയുമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ വന്നത്. എന്റെ ഹൃദയം ചവിട്ടി തേച്ചുകൊണ്ടല്ലേ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടിയത്? എന്റെ സഹോദരിക്ക് വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു. സഹോദരിക്ക് വേണ്ടി എന്നെ കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമായിരുന്നോ? അതാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു മാപ്പ് ചോദിക്കാൻ. നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. പക്ഷേ മാപ്പ് തന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. ഒരു ചൂട് മുന്നോട്ട് വെച്ചാൽ ഇത് കണ്ടോ? ആത്മാവ് മരിച്ചു കഴിഞ്ഞവളാണ് ഞാൻ. ഇനി ഈ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടെ ദഹിക്കുന്നത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ പോകൂ, പോകൂ. ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ കാണാതിരിക്കട്ടെ. മാലതി, നിന്റെ വേദന ഈ ചേട്ടന്റെയും വേദനയാണ്. വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഈ ബന്ധം ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോവാം. പക്ഷേ ഒരു വിവാഹബന്ധം ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്നവളെന്ന പേര് നീ കേൾക്കുന്നത്
എനിക്ക് അസഹനീയമാണ്. ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല ചേട്ടാ. പക്ഷേ ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന സ്നേഹമെങ്കിലും എനിക്ക് ലഭിക്കണ്ടേ? അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ചേട്ടാ. അതിനുവേണ്ടി നിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ത്യാഗം ആവശ്യമാണ് മാലതി. എല്ലാം സഹിച്ച് ഭർത്താവിനെ സ്നേഹിക്കുക, അതാണ് ആവശ്യം. ഞാനത് ചെയ്യുന്നില്ലെന്നാണോ ചേട്ടൻ കരുതുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല മാലതി. സ്ത്രീയുടെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു പുരുഷനും ഇന്ന് ലോകത്തില്ല. ഞാനിപ്പോ വന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ ഈ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് മാറ്റി താമസിപ്പിക്കാനാണ്. മാറ്റി താമസിപ്പിക്കാനോ? എങ്ങോട്ട്? അമ്മേ, ഞാൻ മാലതിക്കൊരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ പണി പൂർത്തിയായി. മാലതിയും അളിയനും അങ്ങോട്ട് മാറി താമസിക്കട്ടെ. അത് നല്ലതാണമ്മേ. പുതിയ അന്തരീക്ഷത്തിലെ താമസം അവന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയെന്ന് വരാം. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി എനിക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനി എന്റെ സഹോദരി കൂടുതൽ വേദനിക്കാൻ ഞാൻ ആലോചിക്കില്ല. നാരായണി, കൊച്ചമ്മ ചോദിച്ചാ നീ എന്റെ മോളാണെന്നേ പറയാവൂ. അവരുടെ മുമ്പിൽ വെച്ച് എന്നെ അച്ഛനെ വിളിച്ചാവൂ കേട്ടോ. ഈ കള്ളക്കർ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ? ഒന്നും കണ്ടുപിടിക്കുകയല്ലടി. ഞാൻ പ്യൂണായിട്ട് വർഷം 25 കഴിഞ്ഞു. ഇതിനകം ഞാൻ എത്ര കൊച്ചമ്മമാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? വീടത്തിന് വലുതാണല്ലോ, പരിപാടി കൊഴിയുമോ ചേട്ടാ? അച്ഛൻ. ഓ അച്ഛൻ, കണ്ണി വെളിച്ചത്തായാൽ അച്ഛൻ കൊച്ചത്തിനാവും. നീ പേടിക്കാതെ നിന്നാ മതി. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തോളൂ. കൊച്ചമ്മോ, കൊച്ചമ്മോ. ആ താൻ വന്നോ? മഴ പാച്ചുവിള വന്നെന്ന് പറ. ഈ പെങ്കൊച്ചേതാ? എന്റെ മൂത്ത മോളാന്നേ. എന്താ വിശേഷിച്ച്? അല്ല, കൊച്ചമ്മ ഇവിടെ ജോലിക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പലതിനെയും നോക്കി, ഒക്കെ കച്ചടയാന്നേ. എന്നാ എന്റെ മോള് തന്നെ ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. വളരെ സന്തോഷം. പേരെന്താ? നാരായണി. ജോലികളൊക്കെ അറിയാമോ? അറിയാവേ. കള്ള കത്തല്ലേ കൊച്ചമ്മേ. ഞാൻ എല്ലാ പണിയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അടുക്കളയിലേക്ക് അനുസരണയായിട്ടൊക്കെ നിക്കണം കേട്ടോ. കേട്ടോ? അച്ഛൻ എപ്പോഴാ വരുന്നത്? ഞാൻ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വരും. പിന്നെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്തോളണം, മറക്കരുത്. മോള് മറക്കല്ലേ. എന്നാലേ അത് നടന്നോ വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് അങ്ങനെ. ഞാൻ പോന്നു. ഭാര്യയോടുകൂടെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ് അതിന്റെ ഐശ്വര്യം. ഭാര്യാധനം സർവധനാൽ പ്രധാനം എന്നാണ് പ്രമാണം. ഞാൻ പിയൂണിന്റെ ജോലി നോക്കിയാൽ മതി. ഏതായാലും പുതിയ വീട്ടിൽ താമസമായല്ലോ. ശിവമാന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അനിയനൊരു പിടിവാശക്കാരനാണെന്ന്. എന്നാലും ചുറ്റുപാട് മാറുമ്പോ മാലതിയെ ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രതീക്ഷയെ ആർക്ക് വേണ്ടേ? എന്താ പോലെ? അളിയൻ ഇപ്പോഴും ആ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നു. ഇന്നലെ കോൺഫറൻസിലാണെന്ന് പറഞ്ഞ് അളിയൻ അങ്ങോട്ട് തന്നെയാണ് പോയത്. ഇനി എന്ത് ചെയ്യും മോനെ? അമ്മ വിഷമിക്കാതിരിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കേട്ടോല്ലേ, സാറ് കോൺഫറൻസിനൊന്നും അല്ല ഈ പോകുന്നത്. നേരത്തെ ജോലി ചെയ്തിരുന്നിടത്ത് ഒരു പെണ്ണുമായിട്ട് അല്പം ബന്ധമുണ്ട്. നിങ്ങളോ? എന്തു വേണം? അമ്മാവനെ കണ്ടൊരു കാര്യം പറയാൻ വന്നതാണ്. എന്ത് കാര്യം? ഗീതയെ തുടർന്ന് പഠിപ്പിക്കണം. അതിനെന്ത് ചിലവായാലും ആ തുക ഞാൻ തരാം. അവളെ പഠിപ്പിക്കുന്നതിനുള്ള പണം തരാൻ നിങ്ങളാരാ? ഞാൻ എന്റെ മകളെ വഞ്ചിച്ചവനാണ് നിങ്ങൾ. അവളുടെ ജീവിതം തകർത്തവനാണ് നിങ്ങൾ. അവളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പിച്ച വാങ്ങാൻ മാത്രം ഞാൻ അകപ്പെട്ടിട്ടില്ല. കഴിഞ്ഞതെല്ലാം അമ്മാവൻ മറക്കണം. ഗീതയുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗീതയെ എനിക്ക് നിർത്തു. എന്റെ മകൾ നിപ്പാട്ടിയല്ല. അമ്മാവാ, താലി കെട്ടിയ പെണ്ണ് വീട്ടിലില്ലേ? അവളെ കൂടെ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ സഹായവുമായി വന്നിരിക്കുന്നത്? മനുഷ്യ, അഭിമാനം മാത്രമാണ് എനിക്ക് ഈ ബാക്കിയുള്ള സ്വത്ത്. നിങ്ങൾ ഇനിയും ഈ പടി കടന്നാൽ എനിക്ക് അതുകൂടി നഷ്ടപ്പെടും. വേണ്ട, നിങ്ങൾ ഞാൻ വിളിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളുടെ മുഖം കാണുന്ന പോലും എനിക്ക് അറപ്പാണ്. പോകൂ, പോകൂ. സാറേ, തെരുവിൽ കിടക്കുന്ന പുഴുത്ത പട്ടിക്കും ഒരു അവസരം കിട്ടിയെന്ന് വരും. അങ്ങനെ ഒരു ദിവസം എനിക്കുണ്ടായാൽ അന്ന് ഞാൻ ഈ വഞ്ചനയ്ക്ക് പകരം ചോദിക്കും. പോയത്. 1
അളിയൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തില്ലേ? വീണ്ടും എന്താണ് ഇവിടെ ഇങ്ങനെ കണ്ണുനീർ കുടിപ്പിക്കുന്നത്? ചേട്ടൻ എന്നെ നിത്യമായി വഞ്ചിക്കുകയാണ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വഞ്ചന അല്ലാതെ പിന്നെ എന്താണ്? മോളെ, നടന്നതെല്ലാം മറന്നേക്കൂ. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. അമ്മേ, അമ്മയ്ക്ക് അമ്മയുടെ മകനെ നിയന്ത്രിക്കാനാവില്ല. ഇതുപോലെ ഒരാളുടെ ഭാര്യയായി എന്റെ സഹോദരിയുടെ കഴിയേണ്ട ആവശ്യമില്ല. ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോവാണ്. പാടി മോനെ, അവിവേകം ഒന്നും കാണിക്കരുത്. നാട്ടുകാരറിഞ്ഞ എന്ത് പറയും? ഇത് നാട്ടുകാരുടെ പ്രശ്നമല്ല, എന്റെ സഹോദരിയുടെ ജീവിത പ്രശ്നമാണ്. അവൾ ഇനി ഇവിടെ താമസിക്കണ്ട. എന്തൊക്കെയായാലും ഇവരിവളുടെ ഭർത്താവല്ലേ മോനെ? മാളവിക്ക് ഒരു ഭർത്താവില്ല. ഇന്ന് വരെ ഇവിടെ ഒരു ഭാര്യയായി കാണാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ ഇവരുടെ ഭർത്താവാകും? രാഘവ, ഞാനാ പറയുന്നു, അവളെ കൊണ്ടുപോകരുത്. അമ്മ മാറി നിൽക്കൂ. കൊണ്ടുപോകുന്നവർ കൊണ്ടുപോട്ടെ, പോകുന്നവർ പോട്ടെ. നീ മുണ്ടി പോകരുത്. ഒരു പെണ്ണിന്റെ ജീവിതമാണ് നീ നശിപ്പിക്കുന്നത്. ഇനി എന്ത് നശിക്കാനാണമ്മേ? ഇപ്പോൾ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയാൽ ആത്മഹത്യയിൽ നിന്നെങ്കിലും അവളെ രക്ഷിക്കാം. നിങ്ങൾ കൊണ്ടുപോയി രക്ഷിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ടെന്ന്? എടാ, നിനക്ക് നിന്റെ അമ്മയെ വേണമെങ്കിൽ അവിടെ നീ പോകരുതെന്ന് പറയണം. പോരെന്ന് പറയാൻ ഞാൻ ആരാണമ്മേ? അവൾക്ക് ഭർത്താവില്ലെന്ന് അളിയൻ തന്നെയല്ലേ പറഞ്ഞത്? അത് പറയിപ്പിച്ചത് നിങ്ങളാണ്. എന്റെ സഹോദരിയുടെ ജീവിതം തകർത്തതുകൊണ്ട്. ഞാൻ ആരുടെയും ജീവിതം തകർത്തിട്ടില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഇവിടെ കൊണ്ടുപോകാനല്ലേ നിങ്ങളുടെ തീരുമാനം? അത് ഈ നിമിഷം തന്നെ നടക്കട്ടെ. എനിക്ക് കരയാനാണ് അമ്മേ വിധി. അദ്ദേഹത്തിന് എന്നെ ആവശ്യമില്ലമ്മേ. വരൂ. എടാ, നിന്റെ വാശി നടന്നല്ലോ. പക്ഷേ നിന്റെ ഒരു ചേച്ചി ആ വീട്ടിലുണ്ടെന്ന കാര്യം നീ മറക്കണ്ട. ഞാനിനി എന്ത് ചെയ്യും? എന്റെ മോൾ കരയാതെ. എടാ, നീ അത് കണ്ടോ? അവളിവിടെ വന്ന് കയറിയത് മുതൽ കരച്ചില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയമ്മേ. ആ തെറ്റ് തിരുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണമ്മേ? എടാ, കല്യാണം കഴിച്ച നിന്റെ പെങ്ങൾ ഇവിടെ നിന്ന് നീറുകയാണ്. അതുപോലെ അവന്റെ പെങ്ങളെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്. അമ്മേ, ഇതല്ലാതെ അവന്റെ കണ്ണു തുറക്കാൻ ഞാൻ ഇനി ഒരു മാർഗവും കാണുന്നില്ല. ആഹാ, ചേച്ചി എപ്പോ വന്നു? വന്നതല്ലടാ, കൊണ്ടുവിട്ടതാ. ആര്? അവളുടെ ഭർത്താവ്. ഓഹോ, രാഘവൻ കൊണ്ടുവിട്ടതാണ്. ഞെട്ടാ ചുവട്ടില് ഞാനിത് അപ്പോഴേ കരുതിയതാ. ഇവിടെ ആയിക്കോളൂ. തൃപ്തിയായല്ലോ. നീ ചെയ്ത സുഹൃതം കൊണ്ട് നിന്റെ ഭാര്യ അവളുടെ വീട്ടിലും കെട്ടിച്ചു വിട്ട പെണ്ണ് നമ്മുടെ വീട്ടിലും. ഇനി സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. അളിയൻ എന്നെ തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല നീ തന്നെ ജയിച്ചോ. പക്ഷേ തോൽക്കുന്നത് നിന്റെ അമ്മയും ചേച്ചിയുമാണെന്ന് ഓർക്കണം. എന്തായാലും ശരി, ഇവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? അവൾ ഗർഭിണിയാണ്. ഇപ്പോ നീ തന്നെ പറ, അവളെ ഈ നിലയിൽ ഇവിടെ നിർത്തുന്നത് ശരിയാണോ? സാരമില്ല, ചേച്ചി ഇവിടെ പ്രസവിക്കും. ആ കുഞ്ഞ് ഇവിടെ വളരും. ലജ്ജയില്ലേ നിനക്കിത് പറയാൻ? എത്ര നാൾ കൊതിച്ചിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടിയത്? അത് നീ തന്നെ നശിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? നിന്റെ ഭാര്യയെ നീ തന്നെ പോയി വിളിച്ചോണ്ട് വരണം. നിന്റെ സഹോദരിയെ അവളുടെ ഭർത്താവിന്റെ അടുക്കൽ ഏൽപ്പിക്കും. അച്ഛ എന്നാണ്. ചേച്ചിയെ അളിയനാണ് ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. നീ കാരണമാണ് ഇവൾക്ക് ഈ ഗതി വന്നത്. അതിന് പരിഹാരം നീ തന്നെ ചെയ്യണം. എന്നെ കൊണ്ട് സാധ്യമല്ല. വേണ്ടമ്മേ, ഏതോ ഒരു പെണ്ണിന് വേണ്ടി അവന്റെ അമ്മയും ചേച്ചിയും ഭാര്യയും തീരാ ദുഃഖം അനുഭവിക്കുന്നത് കാണാനാണ് അവനിഷ്ടം. അവന്റെ ഇഷ്ടമല്ലേ നമ്മൾ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് തന്നെ നടക്കട്ടെ, അത് തന്നെ നടക്കട്ടെ അമ്മേ. എടാ, അവരന്യോന്യം മറന്ന് സ്നേഹിച്ചവരാണ്. അവരെ വേർപെടുത്തിയത് നീയാണ്. ആ ദുഃഖം താങ്ങാതെ അവൾ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാൽ അമ്മേ, അത് നീ കാണുവടാ, നീ തന്നെ കാണും. അയ്യോ, ഇത് ഞാനാണ്. ആ പോട്ടെ, നീ ഒരു കാര്യം ചെയ്യേ. ഇതിലോട്ട് കയറാൻ ഞാൻ നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി എത്തിക്കാം. എന്താ നിനക്ക് പേടിയാണോ? നീ വീഴാതെ കേട്ടുന്ന കാര്യം ഞാൻ ഏറ്റവും ഒന്ന് കയറില്ലോട്ടാ. നീ പോലീസുകാരാടി വയറ്റുവേദനയാണെന്ന് പറഞ്ഞു. സൈക്കിള് ഓവർലോഡ് പോകുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലേ?
അയ്യോ അറിയാതെ അപ്പൊ അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യാമെന്ന് കരുതിയല്ലേ? എന്റെ പൊന്ന് സാറേ, ഇത് എന്റെ മൂത്ത മോള വയറ്റുവേദന എടുത്ത് കരയുന്ന കണ്ടപ്പോ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമായിരുന്നു സാറേ. അതിന് ഓവർലോഡ് പോകണം. അയ്യോ വേഗം കൊണ്ടു ചെന്നില്ലെങ്കിൽ ചത്തുപോയെങ്കിലോ എന്ന് കരുതിയാ ഞാൻ. പറ്റിയ കാരണം എന്റെ കയ്യിൽ ആകെ 4 ഉള്ളൂ. എന്റെ മോളെ കരയാൻ മോളെ. എനിക്കൊരു മോളുണ്ടായിരുന്നു, ഇതുപോലെ വയറ്റുവേദന വന്നു. ആശുപത്രി കൊണ്ടുപോകാൻ സമയത്തിന് പറ്റിയില്ല, ചത്തുപോയി. മോളെ അയ്യോ നടത്തിക്കൊണ്ട് പോരെ. അയ്യോ ഓവർലോഡല്ലേ? ഓവർലോഡ് ഒരു പുള്ളിവില്ല. ഞാൻ നോക്കി കേറേ. നന്ദിനി, അങ്ങ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിന്നെ പിരിതിരിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മയുടെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്. അങ്ങ് എനിക്കറിയില്ലേ? നന്ദിനി, ഞാനാണ്. ഓഹോ, എന്തിനൂടെ വന്നു? എന്റെ ഭാര്യയെ കാണാൻ. അതിന് ഒളിച്ചും പതുങ്ങിയ അർദ്ധരാത്രിയാണോ വരുന്നത്? ഇങ്ങനെ വരേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ചോദിക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ. നന്ദിനി, വീട്ടിനകത്ത് വരുമ്പോ അനിയ നീ അവിടെ നിൽക്കണേ. രാഘവ, എന്താ ഇവിടെ? അർദ്ധരാത്രിക്ക് കയറി വന്നിരിക്കുന്നു. ഭാര്യയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ. രാഘവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നുകൂടെ? എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ നന്ദിനിയെ വിളിച്ചു പോളാം. നീ വിളിച്ചാൽ അവൾ വരൂ. അവളെന്റെ ഭാര്യയാണ്. ഞാൻ വിളിച്ചാ വരും. വരുമോ? സംശയോടെ നോക്കിവിടൂ. നന്ദിനി വരൂ. ചേച്ചി പോകരുത്. ഈ താലി എന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം അദ്ദേഹം വിളിക്കുന്നിടത്ത് ഞാൻ പോകും. നന്ദിനി, നന്ദിനി പോകരുതെന്നാണ് പറഞ്ഞത്. രണ്ടോമ്മ എന്നെ അപമാനിച്ചുകൊണ്ട് ചേച്ചി ഇറങ്ങി പോയത്. അവള് ഭാര്യയാണടാ. അവൻ വിളിച്ച പോകും. നിനക്കുണ്ടല്ലോ ഒരു ഭാര്യ. നീ ആണാണെങ്കിൽ ഇതുപോലെ പോയി വിളിച്ചോണ്ട് വാ. എന്റെ പട്ടി പോയി വിളിക്കും. അമ്മേ, അമ്മേ, എന്താ വിളി? ആരാമ്മേ മുറിവൊക്കെ അടിക്കിയത്? എന്താ ഇതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നതാണോ നിനക്കിഷ്ടം? അതല്ല, നല്ല ഭംഗിയായിരിക്കുന്നു. അമ്മ എന്തിനാ അത്രയും ബുദ്ധിമുട്ടിയത്? ഞാൻ എന്തടാ ഇതിന് ബുദ്ധിമുട്ടിയത്? പിന്നെ അത് ഞാൻ കഷ്ടപ്പെട്ടത്. മോളെ മാലതി, നീയോ? നീ എന്തിനൂടെ വന്നു? അമ്മ വന്ന് വിളിച്ചത് കൊണ്ട്. അമ്മ എന്തിനു പോയി ഇവിടെ വിളിച്ചു? ഇത് അവളുടെ വീടായതുകൊണ്ട്. അവളുടെ വീടായിരുന്നെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അവൾ പോയതെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇത് അവളുടെ വീടാണ്. ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, പറയുകയില്ല. പക്ഷേ അവൾ ഈ വീട്ടിലെ വേലക്കാരിയല്ലെന്ന് നീ ഓർക്കണം. ഞാനങ്ങനെ കരുതിയിട്ടില്ല. വേലക്കാരിയേക്കാൾ കഷ്ടമായിട്ടാണല്ലോടാ നീ അവളോട് പെരുമാറുന്നത്. എന്റെ മനോവേദന അമ്മയും മനസ്സിലാക്കണം. എല്ലാവർക്കും ഉണ്ടടാ മനോവേദന. ഇവൾ നിന്റെ ഭാര്യയാണെന്ന് ഒരു നിമിഷമെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് ഏത് സ്ത്രീയാണടാ ഈ അവഗണന സഹിക്കുന്നത്? സഹിക്കാൻ വയ്യാഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോയത്. അമ്മ എന്തിനു പോയി വീണ്ടും വിളിച്ചോണ്ട് വന്നു? ഇനിയെങ്കിലും നിനക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട്. അല്ല, എന്റെ സ്വൈരം കെടുത്താൻ വേണ്ടി. ഒരു അല്പനാളത്തേക്ക് എനിക്ക് അല്പം മനസമാധാനം ഉണ്ടായിരുന്നു. അത് നശിപ്പിക്കാനാണ് നിങ്ങളൊക്കെ കൂടി ആഗ്രഹിക്കുന്നത്. ഇല്ലല്ലോ. നീ ഇത്ര ഹൃദയമില്ലാത്തവനായി പോയല്ലോടാ ദ്രോഹി. അമ്മയൊന്നും ഉണ്ടായിരിക്കും. എനിക്ക് അല്പം സ്വസ്ഥത വേണം. എനിക്കറിയാം നിനക്ക് എന്താ അസ്വസ്ഥതയില്ലാത്തതെന്ന്. അമ്മയ്ക്ക് എന്തറിയാം? നിനക്കിപ്പോഴും ആ നശിച്ചവളുടെ ചിന്തയാ. ആ രാക്ഷസി നിന്നെ എന്തോ ക്ഷുത്രം ചെയ്ത് മയക്കിയിരിക്കുക. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേടാ, കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. നീ ഇപ്പോഴും അവിടെ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ പണമെല്ലാം അവൾ തട്ടിയെടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അമ്മ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അതും പറയരുത്. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും നാളും ഞാൻ സഹിച്ചു, ഇനി ഞാൻ സഹിക്കില്ല. എന്റെ മോന്റെയും മോളുടെയും ജീവിതം നശിപ്പിക്കാൻ ഇനി ഞാൻ സമ്മതിക്കുകയില്ല. അമ്മ ഈ കരയിലിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇന്ന് വരെ പേര് ദോഷം കൽപ്പിക്കാത്തവളാണ് എന്റെ മകൾ. തെറ്റെന്തെന്നറിയാത്ത അവളെ വഞ്ചിച്ചത് അമ്മയുടെ മകനാണ്. അവളെ കല്യാണം ചെയ്തോളോ എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കിയത് അദ്ദേഹമാണമ്മ. ഇവിടെ അങ്ങനെയാണ് ആണുങ്ങള്. ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ, മനസ്സിലായോ? അതുപോട്ടെ, ഇപ്പോഴും അവർ തമ്മിൽ ബന്ധം പുലർത്തുന്നില്ലേ? സാറേ, ഇവിടെ ഇതൊന്നും താൻ അറിയാതെ നടക്കാമെന്ന് ഞങ്ങൾ ധരിക്കണം അല്ലേ? എന്റെ പൊന്നു സാറേ, വേലയെടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഇന്ന് വരെ ഞാൻ എന്റെ അഭിമാനം വിറ്റിട്ടില്ല. അഭിമാനം? നിങ്ങളുടെ മകൾ എഴുത്തയച്ച എല്ലാ ഞായറാഴ്ചയും എന്റെ മകൻ ഇവിടെ വരുത്തുന്നില്ലേ? തിങ്കളാഴ്ച രാവിലെയല്ലേ അവൻ മടങ്ങിപ്പോകുന്നത്? നിങ്ങൾ അമ്മയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയുമായിരുന്നു.
എരപ്പാളിത്തരം കാണിച്ചിട്ട് വീണ്ടും കിടന്ന് ഒറ്റ വയ്ക്കുന്നു. എടോ, ഈ സ്ത്രീ അല്ലാതെ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ തന്നെയും തന്റെ മോളെയും വിളിച്ച് ലാക്കപ്പിലാക്കി. എന്തോന്നാ സാർ ഇവിടെ വഴക്ക്? എന്തു പറയാനാ കിട്ടുപിള്ളേ? ഇയാള് നമ്മുടെ പഴയ പഞ്ചായത്ത് ഓഫീസറല്ലേ ശ്രീകുമാർ, അങ്ങേരെ കൊണ്ട് ഇയാളെ മോളെ കെട്ടിക്കാൻ ചാക്കിട്ടു. നടന്നില്ല. അങ്ങേരി വേറെ വിവാഹം ചെയ്തു. ഓട്ടെന്ന് വെച്ചാ പോരെ. പിന്നല്ല എന്താ ചെയ്യാനാ? എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവളെ അങ്ങേരെ കൈയടക്കി വെച്ചിരിക്കരുത്. കെട്ടിയ പെണ്ണിനെ ഇട്ടേച്ച് അങ്ങേര് രഹസ്യമായി പോക്കും വരവുമാണ്. വെറ്റ താഴെയായി നിൽക്കുന്നത് എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ ആള് കൊള്ളാമല്ലോ. അവൾ മൂലം ഞാൻ മാല്ല, 2 കുടുംബങ്ങളാണ് കണ്ണീര് കുടിക്കുന്നത്. ചുമ്മാതാണോ മോളെ കോളേജിൽ അയക്കുന്നത്? അതോ തനിക്ക് എവിടെ നിന്നോ ഈ കാശ്? താൻ വെറും പ്യൂണല്ലേ? സാറ് എന്റെ ഈ കിടപ്പാടം പണയപ്പെടുത്തിയാണ് ഞാൻ എന്റെ മകളെ കോളേജിൽ അയക്കുന്നത്. കള്ളം. അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഊണിനെന്നും പറഞ്ഞ് നിങ്ങൾ കാശ് വാങ്ങിക്കൊണ്ടിരുന്നില്ലേ? അവന്റെ ശമ്പളത്തിൽ പകുതി ഇന്ന് അവളാണ് തട്ടിയെടുക്കുന്നത്. അവൾ ഇത്ര ഭയങ്കരിയാണോ? എന്നാലും ഈ വീട്ടിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു കച്ചവടമുള്ള വിവരം ഞങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഇറങ്ങാനല്ല എന്റെ വീട്ടിൽ നിന്ന്. മേലാൽ ഇവരുടെ മകൻ ഈ വീട്ടിൽ വന്നു എന്നറിഞ്ഞാൽ നിന്നെയും നിന്റെ മോളെയും നാട്ടിൽ ഓടി. ആരാണ് ഞങ്ങൾ ഓടിക്കാൻ പോകുന്നത്? ആരാണ് ഞങ്ങൾ ഓടിക്കാൻ പോകുന്നത്? ഞങ്ങൾ എങ്ങോട്ടാണ് പോണ്ടത്? പറയുന്നു. എനിക്കൊരപേക്ഷയുണ്ട്. എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞു. നീ കാരണം ആ പാവപ്പെട്ട പെണ്ണ് കണ്ണീര് കുടിക്കുകയാണ്. ഇനിയെങ്കിലും അവനെ നശിപ്പിക്കരുത്. അമ്മേ, ഞാൻ എങ്ങനെ നിങ്ങളുടെ മകനെ നശിപ്പിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കേട്ടതെല്ലാം കള്ളമാണ്, പച്ചക്കള്ളം. ഞാനൊരു പെണ്ണായി ജനിച്ചു പോയി. അത് മാത്രമാണ് അമ്മേ ഞാൻ ചെയ്ത തെറ്റ്. അധികം പ്രസംഗിക്കണ്ട. ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്നിടത്തോളം കാലം ഇനി ഇവിടെ ഇങ്ങനെ അനാവശ്യം നടന്നാൽ ഈ വീട് ഞാൻ തീ കത്തിച്ചാൽ. ഈ വീട് കത്തിച്ചു കളഞ്ഞാൽ ഇതിനൊരു പരിഹാരമുണ്ടാവുമെങ്കിൽ കത്തിച്ചോളൂ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ദയിച്ചോളാം. എന്റെ ഹൃദയം തകർത്തിട്ട് പോയ ആ മനുഷ്യനെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ. ഈ പാവപ്പെട്ട അച്ഛനെയും എന്നെയും കൊല്ലൂ, കൊല്ലൂ. മോളെ, മോളകത്തും നമ്മൾ പാവങ്ങളാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളെ ഇത്രയധികം അപമാനിക്കാൻ ഞങ്ങൾ നിങ്ങളോടെല്ലാം എന്ത് തെറ്റ് ചെയ്തു? സ്വന്തം സഹോദരങ്ങളെ പോലെ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിച്ചവനല്ലേ ഞാൻ. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന രാമൻ നായരാണ് ഞാൻ, രാമൻ നായർ. നിന്റെ കള്ള കരച്ചു ഒന്നുകൂടെ ആർക്കും കാണണ്ട. ഇനിയെങ്കിലും മകളെ നിറയ്ക്കുന്നത് ഭവാനിയമ്മേ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഏറ്റു. നിങ്ങളെല്ലാം പോയി വരൂ ഭവാനിയമ്മ. മോളെ, നിനക്ക് തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലേ മോളെ? എനിക്ക് മാപ്പ് തരൂ, മാപ്പ് തരൂ. പ്രിയമുള്ള ശ്രീയേട്ടന് ഞാൻ അവസാനമായി ഒരിക്കൽ കൂടി അങ്ങനെ വിളിച്ചോട്ടെ. അങ്ങന്റെ ഹൃദയത്തെ തൊട്ടുണർത്തി പ്രേമം എന്താണെന്ന് പഠിപ്പിച്ചു. പക്ഷേ അത് ഇതിനു വേണ്ടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ദൈവം അങ്ങേക്ക് മാപ്പ് തരട്ടെ. ഈ കത്ത് കിട്ടുമ്പോഴേക്കും വഞ്ചന നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും ഞാൻ എന്നേക്കുമായി. എങ്ങനെയാണ് വന്നത്? എവിടെ പോയിട്ട് അറിയാനല്ലേ? എവിടെ പോയി നിങ്ങൾക്ക് അറിയാമോ? അറിയാം. അങ്ങ് സോർക്കത്തിൽ ആ പെണ്ണ് പോയേ ചാടി ചത്ത്. ഗീത മരിച്ചോ? സത്യമാണോ? സത്യമാണോ അല്ലേ? അതെ,
നിങ്ങളാണ് അവളെ കൊന്നത്. അലിയാരെ നിങ്ങളുടെ കഥ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. താനും സഹിക്കാണ്ട് ആ പെണ്ണ് പോയേച്ചാടി മരിച്ചു. അന്ന് നാട് വിട്ടതാണ് അവളുടെ താട്ടം. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഞാനാണ് കാരണക്കാരൻ. ഞാനാണ് അവളെ കൊന്നത്. സാറേ, ഇപ്പൊ നിങ്ങൾ കരയാണ്. പടച്ചാൻ പോലും നിങ്ങളോട് പൊറുക്കില്ല.
മകളവൾ ഞാൻ മാനസേശ്വര ഞാൻ ബാങ്കിലൊന്ന് പോവുക. നീ ഈ പച്ചക്കറി എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ആരും തിന്നാനാ? അവിടെ ആർക്കൊന്നും വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് വെച്ചേക്കത്തില്ലേ? അത് നേരാ. ചേട്ടാ സാർ എന്താ കുറെ ദിവസമായിട്ട് നനച്ചിരുന്ന കാക്കയെ പോലെ ഇരിക്കുന്നേ? അതാ മറ്റേ പെണ്ണ് ആറ്റിച്ചാടി ചത്തതിന്റെ വിഷമമായിരിക്കും. സാറിന് ഇവിടെ അധികം നാൾ തങ്ങുന്ന ലക്ഷണമില്ല. പിന്നെ എന്തേലും പോന്നു? പുറത്തോട്ട് എങ്ങാണ്ടോ മുങ്ങാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. നേരോ? ആ ചേട്ടാ നമുക്ക് സാറിന്റെ കൂടെ പോകാം. അത് വേണ്ട. അന്യരാജ്യത്ത് പോയാൽ നിന്നെ വല്ലവരും അടിച്ചുകൊണ്ട് പോകും. ഞാൻ പിന്നെ ആറ്റിച്ചാടി ചാവേണ്ടി വരും. അത് കളാ. നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞാ മതിയെന്നേ. അതെ, നീ വേഗം പോ. ഞാൻ ബാങ്കിലേക്ക് പോട്ടെ. എനിക്ക് നേരമായി. മോൻ എന്താ ഇന്ന് നേരം? സാർ ഇവിടുത്തെ ജോലിയെല്ലാം നിർത്തി വെച്ചിട്ടങ്ങ് പടിഞ്ഞാട്ട് പോവുക, കടലും കടന്ന്. നീ എന്തോ പറയുന്നത്? അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറെ പേരെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഗവൺമെന്റിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തു. അടുത്ത ആഴ്ച പോകണം. കുറെ നാൾ കഴിഞ്ഞ് മടങ്ങും. നീ തനിച്ചാണോ പോകുന്നത്? അതെ. ഇവിടേക്കിന് ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയാണോ? പുറത്തു പോകുന്നവരെല്ലാം ഭാര്യമാരെ തലയെ വെച്ചോണ്ടാണ് പോകുന്നത്. സാധാരണ അങ്ങനെയാണ് പതിവ്. അല്ല, നമ്മളങ്ങനെ ചെയ്തോന്നില്ല കേട്ടോ. എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്. അതാ ഞാൻ പോകാൻ തീരുമാനിച്ചു. എന്റെ മോളെ ഇവിടെ വിട്ടിട്ട് ഓൻ ദുബായിക്ക് പോകുന്നു. ഓട്ടമേ, എന്ത് മാനമുള്ള മനുഷ്യനാണെന്ന് അറിയാമോ? വേഗം എന്നെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരോടും പറയും. അയ്യോ, ചതിക്കല്ലേ. എന്റെ ഈ ശരീരം ഒന്ന് നന്നായിക്കോട്ടെ. നാരായണി എന്നിട്ട് കടം കഴിക്കാം. ഇപ്പൊ ഈ ഗുളികനോട് കഴിച്ചേ. എന്റെ കൊച്ചമ്മേ, അവക്കൊരു വയറ്റുവേദന. വയറ്റുവേദനയുടെ കാര്യം ഞാൻ അപ്പഴൊന്ന് കേൾക്കുകയായിരുന്നു. എടോ, ഇതാണോ തന്റെ മകളെ? അത് കൊച്ചമ്മ. പിന്നെ ശബ്ദിച്ചു പോകരുത്. ഇന്ന് തന്നെ ഇവന്റെ കഴുത്തിൽ താലി കെട്ടണം. കെട്ടാമോ? കെട്ടാവേ. വേഗം വിളിച്ചോണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കയറിയാ മതി. പൊയ്ക്കോ, പോകാനാ പറഞ്ഞത്. ഒരച്ഛനും മോളും നടക്കുന്നു. ഏയ്, അവക്കവിടെ അച്ഛന്റെ ഛായയാ. ചായ ആരുടേതാണെന്ന് തിരക്കിടില്ല. നിന്റെ പോലെ ഞുണ്ടിക്കാരായിരുന്നെച്ചാ മതി. നീ കൊടാടുന്നു. അവളുടെ കാലിന് ഒരു തകരാറില്ല. മോളെ, നിന്റെ മാമ ഇന്ന് ദുബായിൽ വരുന്നു. നമുക്ക് എയർപോർട്ടിൽ പോണ്ടേ? 3-4 വർഷത്തെ അളിയന്റെ അവിടുത്തെ ജീവിതം എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ശരിയാ. ഇല്ലെങ്കിൽ പിന്നെ മാലതിയുടെ വിശേഷങ്ങളൊന്നും ഇത്ര കാര്യമായിട്ട് എഴുതി ചോദിക്കില്ലായിരുന്നു. അവർ രണ്ടുപേരും സന്തോഷമായി ഒന്നിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. അമ്മേ, ഒരു പുതിയ മനുഷ്യരായിട്ടായിരിക്കും അളിയൻ അവിടുത്തെ വരിക. വരും, സമയമായി, നമുക്ക് പോവാം. അളിയന് വല്ല മാറ്റം കാണുന്നുണ്ടോ അമ്മേ? ആറ്റുണ്ട്. ഉഷ്ണരാജ്യമല്ലേ അമ്മേ? ചേച്ചി, ഞാൻ അവളുടെ പേര് മറന്നുപോയില്ല. ഉഷ. അറിയാ, ഞാൻ സന്തോഷ വാർത്ത പറയാൻ മറന്നു. എന്നെ പഞ്ചായത്ത് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർഡർ കിട്ടി. ഓ, ഐ സീ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഇത്ര നല്ല കാപ്പി കുടിച്ചിട്ട് നാളെന്തായെന്ന് അറിയാമോ? ഇനി എന്നും കുടിക്കാമല്ലോ. അളിയ, ഞാൻ അളിയന്റെ പെങ്ങളെയും കൊണ്ട് നാളെ ബോംബെക്ക് പോവുക. ബോംബെക്കോ? എന്തിന്? ഇവരുടെ ദുർനടപ്പൊന്ന് അവസാനിപ്പിക്കണം. മനസ്സിലായില്ലായിരിക്കും. ഇവരുടെ ഈ കാല് തല്ലി ഒന്ന് നേരെയാക്കണം. അവിടെ ഒരു വിദഗ്ധനായ ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു. നാളെ തന്നെ പോകുന്നു. കഴിഞ്ഞ ആഴ്ച പോകാനിരുന്നതാ. അപ്പോഴാ നീ വരുന്നെന്ന് കേട്ടത്. എങ്കിൽ പിന്നെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടോ? അത് കൊള്ളാം. അമ്മയില്ലാതെ അവളോട് പെൻഷൻ നിൽക്കുവോ? ചേച്ചി, ഉഷ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് വരും. ശരിയാ ചേട്ടാ, നിങ്ങൾ വരുന്നവരെ ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം. നേരെ അടി മോളെ. ഒരു കുഞ്ഞു വീട്ടിലുണ്ടായാലുള്ള സുഖം എന്താണെന്ന് അവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. സംഗതി കൊള്ളാം. പക്ഷേ കുഞ്ഞു കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് ഒടുവിൽ പരാതി പറയരുത്. അതും അവരൊന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ. എനിക്ക് യാതൊരു വിരോധമില്ല. മോള് നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ. എടാ, നീ എനിക്ക് ഫോറിൻ സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? കൊണ്ടുവന്ന് കാണും. പക്ഷെ നിനക്കല്ല, അവന്റെ ഭാര്യയ്ക്ക്.
കൊണ്ടുവന്നതെല്ലാം പെട്ടിക്കകത്തിരിപ്പോട്ട് വേണമെന്നുള്ളത് വേണ്ട എടുത്തോളൂ. അത് വേണ്ട. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അത് അറിയാൻ തന്നെ അങ്ങോട്ട് പങ്കിട്ട് കൊടുത്തേച്ചാ മതി. മാമന്റെ മോളല്ലേ? മോളോട് ഇരിക്കെ. മോളെ, മോൾ എന്താ പാല് കുടിക്കാൻ? അമ്മ ഡോക്ടറെ കാണാൻ പോയിരിക്കല്ലേ? നാളെ വരും. പാല് കുടിച്ചില്ലേ മോക്ക് വിശക്കില്ലേ? അങ്കിൾ എടുത്തു തരട്ടെ? മുത്തശ്ശോട് എടുത്തു തരാൻ പറയട്ടെ? അങ്കിള് മോക്കൊരു കഥ പറഞ്ഞു തരട്ടെ? ആട്ടെ, മോക്ക് കണ്ണുകെട്ടി കളിക്കാൻ അറിയാമോ? അയ്യോ, അറിഞ്ഞൂടെ? എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം. അങ്കിള് കണ്ണുകെട്ടും, മോള് ഓടണം. അങ്കിള് തപ്പി തപ്പി ഒന്ന് പിടിക്കും. ഇതാ, കളിക്കാമോ? നോക്കിക്കോ. അങ്കിള് കണ്ണുകെട്ടി, ഇനി മോൾ ഓടിക്കോ. മാലതി, മാലതി, ഞാൻ ഓരോ ദിവസവും ചേട്ടന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എനിക്കറിയാം. അവിടെ സുഖമായിരുന്നോ? ആ, എന്നെ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഓർക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? എന്നെ തന്നെ. മോളാണെന്ന് വിചാരിച്ചില്ല അങ്കിൾ ആന്റിയെ പിടിച്ചേ. നല്ല മോളല്ലേ, കുടിക്കേ. എന്തായി? പാല് കുടിച്ചില്ലേ? ഒരു രക്ഷയില്ല, അവളുടെ അമ്മ വന്നാലേ കുടിക്കുന്നു. ഇങ്ങ് തരും, ഞാൻ കൊടുക്കാം. നീ തന്നെ കൊടുക്ക്. മോളെ, നല്ല മധുരമുള്ള പാലാ. ആന്റി നല്ല പാട്ട് പാടിത്തരാം. പാടി. ശാരികത്തെ മൊഴികൾ കൊച്ചു താമരപ്പൂമിഴികൾ ശാരികത്തെ മൊഴികൾ കൊച്ചു താമരപ്പൂമിഴികൾ ഇല്ലം കാവ് ചുറ്റും കട്ടി ഉറക്കാൻ വാ, ഉറക്കാൻ വാ. ശാരികത്തെ മൊഴികൾ കൊച്ചു താമരപ്പൂമിഴികൾ അങ്കണത്തളിർമരം പൂക്കുമ്പോൾ തങ്കക്കുടത്തിനൊരു ഞാല. അങ്കണത്തളിർമരം പൂക്കുമ്പോൾ തങ്കക്കുടത്തിനൊരു ഞാല. ആവണി തുമ്പിക്കും അവളുടെ മക്കൾക്കും പൂവള്ളി കൊണ്ടു പൊന്നൂഞ്ഞാല, ഊഞ്ഞാല.
ശാരികത്തെ മൊഴികൾ കൊച്ചു താമരപ്പൂമിഴികൾ ചങ്ങാതിമാരുമായി കളിയാടിയെത്തുമ്പോ കൺമണിക്കായിരം തേനുമ്മ തേനുമ്മ ശാരികത്തെ മൊഴികൾ കൊച്ചു താമരപ്പൂമിഴികൾ ഇല്ലിലം കാവ് ചുറ്റും കുഞ്ഞിളം കാറ്റേവാ ചെല്ലമണി ചെപ്പ് കൊട്ടി ഉറക്കാൻ വാ ഉറക്കാൻ വാ ശാരികത്തെ മൊഴികൾ കൊച്ചു താമരപ്പൂമിഴികൾ ഡയറക്ടേഴ്സ് ബോർഡിൽ ഒരു നിവൃത്തിയില്ല. എനിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരില്ല. ഇന്നത്തെ കാര്യമല്ലേ ഉള്ളൂ, നാളെ ഞാൻ മടങ്ങിയത്. മോൾ അവിടെ ഇരുന്നു. അമ്മേ, ഇവളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ ടെലിഫോൺ ചെയ്യണം. അവന്റെ ഒരു വെപ്രാളം. നീ സമാധാനമായിട്ട് പോകും, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ശരി അതെ. ഡയറക്ടേഴ്സ് ബോർഡിൽ ഒരു നിവൃത്തിയില്ല. എനിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരില്ല. ഇന്നത്തെ കാര്യമല്ലേ ഉള്ളൂ, നാളെ ഞാൻ മടങ്ങിയത്. മോൾ അവിടെ ഇരുന്നു. അമ്മേ, ഇവളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ ടെലിഫോൺ ചെയ്യണം. അവന്റെ ഒരു വെപ്രാളം. നീ സമാധാനമായിട്ട് പോകും, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ശരി അതെ. ഡോക്ടർ, മാലതിയുടെ സ്ഥിതി അല്പം വിഷമത്തിലാണ് കാണുന്നത്. ഡയലേഷൻ ഉണ്ടാകുന്നില്ല. ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് 30 മൈൽ അകലെയാണ് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ. അവിടെ പ്രസവിക്കേണ്ട ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഡോക്ടർ ഇതിന് സ്പെഷ്യലിസ്റ്റുമാണ്. ഞങ്ങളിപ്പോൾ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഓപ്പറേഷൻ ഒഴിവാക്കാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആംബുലൻസിൽ കൊണ്ടുപോയാലും മതി. ഉടനെ പുറപ്പെട്ടേക്കാം. മോനെ, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈശ്വര ഒന്നും വരത്തില്ലേ. കുമാറിനെ വിവരം അറിയിക്കണ്ട. അതിനു വേണ്ടി ഏർപ്പാടുകളെല്ലാം ചെയ്യാം. ശ്രീകുമാർ സ്പീക്കിംഗ്. മാലിനിക്കോ? ഹോളി ക്രോസ് ഹോസ്പിറ്റലിലോ? ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു.
എങ്ങനെ ഇരിക്കുന്നു? മെറ്റാലിറ്റി പാടുന്നത് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുത്തേ ഉള്ളൂ. ഓപ്പറേഷൻ വേണ്ടി വരുമോ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. മാലതി ഇതുവരെ നീ വന്നോ വന്നോന്ന് അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. പേഷ്യന്റിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? യെസ് ഡോക്ടർ. അവർക്ക് നിങ്ങളെ കാണണമെന്ന്. അകത്തേക്ക്. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്ക് എങ്ങനെ ഇരിക്കുന്നു? എനിക്കിപ്പോ സമാധാനമായി. ഇനി എങ്ങും പോണ്ട, ഇവിടെ തന്നെ കാണണം. ഞാൻ നിന്നെ വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ. ട്രങ്കോൾ കിട്ടിയതിൽ ഞാൻ ഉടനെ പുറപ്പെട്ടു പോകുന്നു. അധികം സംസാരിക്കണ്ട, വരും. വൈഫിന്റെ കാര്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഓപ്പറേഷൻ ഉടനെ നടത്തണം. ഡോക്ടർ, സീനിയർ ഡോക്ടർ ഇപ്പോൾ തന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നാൽ. എവിടെയാണ് താമസിക്കുന്നത്? അടുത്ത കോമ്പൗണ്ടിലുള്ള ക്വാർട്ടേഴ്സിൽ. ഞാൻ ഉടനെ കൂട്ടിക്കൊണ്ടു. മോനെ, മാലതിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഉടനെ ഓപ്പറേഷൻ വേണമെന്ന്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്. ഡോക്ടറൊന്ന് വേഗം വരാൻ പറയുന്നു. എന്റെ ഭാര്യയ്ക്ക് ഉടനെ ഒരു ഓപ്പറേഷന്റെ ആവശ്യമുണ്ട്. പ്രസവത്തിന്റെ അസുഖമാണ്. സാറിന്റെ ഭാര്യയ്ക്കോ? ഭാര്യ രാമൻ നായരോ? അതെ, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ ഇപ്പൊ വരും. രാമൻ നായരെ, ഗീത. അതെ സാർ, എന്റെ മകൾ തന്നെയാണ് ഡോക്ടർ ഗീത. അവള് മരിച്ചുപോയി കാണുമെന്ന് സാറ് കരുതിയിരിക്കും. മരിക്കാൻ ശ്രമിച്ചതാണ് സാർ. സാറിന്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു പോയെന്ന രാത്രി അവൾ ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അലിയാർ അവളെ രക്ഷപ്പെടുത്തി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഈ നാട് വിട്ടു. ഒരു വലിയ മനുഷ്യന്റെ കയ്യിലാണ് ദൈവം ഞങ്ങളെ എത്തിച്ചത്. ഇവിടുത്തെ വലിയ ഡോക്ടർ. അദ്ദേഹം ഞങ്ങൾക്ക് അഭയം തന്നു. എന്റെ മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. പോകാം. മാധവിയമ്മേ, നമ്മൾ അമ്മമാരിങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? അമ്മേ, മാലതിക്ക് ഒരു അപകടം സംഭവിക്കില്ല. അമ്മ സമാധാനമായിരിക്കണം. പേരെന്താ? വേദനയുണ്ടോ? ഓപ്പറേഷൻ നടത്തുന്നതിൽ ഭയമുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി? 6 വർഷം കഴിഞ്ഞു. എന്നിട്ട് പ്രസവത്തിന് ഇത്രയും കാലതാമസം വന്നതെന്താ? അത് എന്താ? എന്നോട് പറയാൻ പാടില്ലാത്ത വല്ല കാരണമുണ്ടോ? ഇല്ല. ഡോക്ടർക്ക് ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹം നടന്ന 5 വർഷത്തോളവും ഞാൻ കഴുത്തിൽ താലിയണിഞ്ഞ കന്യയായിട്ടാണ് ജീവിച്ചത്. അതെന്താ? അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷവും അദ്ദേഹം അവരെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അങ്ങനെയാണോ? എന്നിട്ട് ആ ബന്ധം ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ വല്ലാതെ വിളിച്ചു.
ഭാര്യയായി ഞാൻ കണ്ണുനീരോടുകൂടി കഴിഞ്ഞ രാത്രികളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവരാണ്. സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു നിന്ന എന്നെ അദ്ദേഹം ഉപേക്ഷിക്കുമോ എന്നുവരെ ഞാൻ ഭയന്നു. 5-6 വർഷം കൊണ്ട് സാർ ആകെ മാറിപ്പോയി. പണ്ട് എന്തൊരു ചുറുചുറുക്കും ധൈര്യവുമായിരുന്നു ആ മുഖത്ത്. സാറിന് ആ മുഖം നഷ്ടപ്പെട്ടു. സാറേ, തെരുവിൽ കിടക്കുന്ന പുഴുത്ത പട്ടിക്ക് പോലും ഒരു ദിവസം ഉണ്ടായെന്ന് വരും. അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ അന്ന് ഞാനിതിന് പകരം ചോദിക്കും. മാലതിയുടെ കഥ കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഒരു സ്ത്രീ ഇത്രയും കാലം കാത്തിരിക്കുമോ? ഇന്ന് അദ്ദേഹത്തിന് എന്നെ പ്രാണനാണ്, എനിക്കും. അതാണ് ഭാര്യ. ഡോക്ടർ, എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എന്താ? എന്റെ കുഞ്ഞിനെങ്കിലും രക്ഷിക്കുമോ? പറയൂ ഡോക്ടർ, രക്ഷിക്കുമോ? അധികം സംസാരിക്കാം. ഡോക്ടർ, റിപ്പീറ്റ് ദ സെയിം ഇഞ്ചക്ഷൻ. ഡോക്ടർ, ഗിവ് ഇറ്റ്. പ്രസവമല്ലേ, ദൈവമാണ് അതിന്റെ സമയം നിശ്ചയിക്കേണ്ടത്. എന്താ, സുഖമാണോ? ശ്രീയേട്ടനെ ഇത്രയേറെ വികാരാധീനനായി ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യയാണ്. ഭാര്യയെ ഇത്രയേറെ സ്നേഹമാണോ? അതെ, ഞാൻ പഴയ ഗീത തന്നെയാണ്. ശ്രീയേട്ട, മനുഷ്യൻ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു. പക്ഷേ അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ചുറ്റുപാടിൽ വീണ്ടും മറക്കാനാകാതെ. ശ്രീയേട്ട, നമ്മളെ തമ്മിൽ പിരിച്ച ആ സ്ത്രീയുടെ ജീവൻ ഇപ്പോഴെന്റെ കയ്യിലാണ്. എനിക്കൊന്നേ അറിയാനുള്ളൂ. മാലതി ഇന്ന് മരിച്ചാൽ ശ്രീയേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടുമോ? എന്നെ വിവാഹം കഴിക്കുമോ? ഈ ജന്മഭാര്യയോടുള്ള ആത്മാർത്ഥം, അവളെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ. എനിക്ക് ജീവിക്കാൻ കുറെ ഓർമ്മകൾ വേണ്ടേ? ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഓഹോ, സാരമില്ല. ഡോക്ടർ, പോയിക്കൊള്ളാൻ. വേഗം. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. അവളുടെ പാവമാണ്. ഞാൻ ചെയ്തു പോയ തെറ്റിന് നീ അവളെ ശിക്ഷിക്കരുത്. വേദന തോന്നുന്നില്ലേ? എന്റെ വേദന മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ഇത് വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ല. യു ആർ എ ഡോക്ടർ. നീ എന്നെങ്കിലും എന്നെ അല്പമെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നു. പ്ലീസ്, ഐ സേ പ്ലീസ്. എന്താ ഡോക്ടർ? ഷീസ് അൺകോൺഷ്യസ്. ഉടനെ ഓപ്പറേഷൻ നടത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ വേണ്ട, ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കൂ. ഡോക്ടർ, ഈ മരുന്നെടുത്തോണ്ട് വരൂ. ഡോക്ടർ, മാലതിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഓപ്പറേഷൻ ഉടനെ നടത്തിയാലേ ആശയ്ക്ക് എന്തെങ്കിലും വഴിയുള്ളൂ. പക്ഷേ ഡോക്ടർ ഗീത അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് പറയാനാണ്? അവർ എന്റെ സീനിയർ ഡോക്ടർ. ഹെൽപ്ലെസ്. പറയൂ ശ്രീയേട്ട, നമ്മുടെ സ്നേഹം പ്രതിഫലമായി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആശ്വസിപ്പിക്കാൻ ഞാൻ ആരുമല്ല. ഈ വീടും ഞാനും നിങ്ങൾക്കുമാണ്. നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഈ മുറ്റത്ത് മേലാൽ കാല് കുത്തരുത്. പോകൂ, പോകൂ. സാറേ, കാപ്പി വേണ്ട. ഒരു ഗ്ലാസ് കുടിക്കുക സാർ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്പം കാപ്പി കുടിക്കുക. നിങ്ങൾ എന്നെ മനസ്സിലായി അല്ലേ? പഴയ രാമനായർ തന്നെ. ഇവിടെ എന്റെ മകളാണ് ഇവിടുത്തെ സീനിയർ ഡോക്ടർ. അവളാണ് അമ്മയുടെ മകൾ. ഇത്രയധികം അപമാനിക്കാൻ ഞങ്ങൾ നിങ്ങളോടെല്ലാം എന്ത് തെറ്റ് ചെയ്തു?
കാപ്പി കുടിച്ചു. മോനെ, ആ രാമൻ നായരുടെ മകളാണോ ഇവിടുത്തെ വലിയ ഡോക്ടർ? അവളാണോ മാലിന്യം നോക്കുന്നത്? അതെ. ചതിച്ചടാ മോനെ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലമ്മേ, ഇനി വരുന്ന അനുഭവിച്ചേ പറ്റും. അയ്യോ, അവളെന്റെ കുഞ്ഞിനെ. അമ്മേ, അയ്യോ, പോയി എവിടെ ഇരിക്കും? പോകാനാണ് പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. No, I know my job. ഇത് എന്ത് വേണം? നിങ്ങൾ എന്റെ ഭാര്യയെ അറ്റൻഡ് ചെയ്യണ്ട. എനിക്ക് അവളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ അവളെ കൊല്ലുമെന്ന് ഭയമാണോ? അയക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് നേട്ടം? അങ്ങനെയെങ്കിലും എന്നോടുള്ള പക വീട്ടാണല്ലോ. മിസ്റ്റർ, ഞാനൊരിടാണ്. ഈ കൈകൾക്ക് രക്ഷിക്കാനേ അറിയും, കൊല്ലാൻ അറിയില്ല. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല? താമസിക്കുന്ന ഓരോ നിമിഷവും അവൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നതാണ്. എന്ത് വന്നാലും നിങ്ങളുടെ കൈ കൊണ്ട് അവളെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവളെ കൊണ്ടുപോകും. ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അവരെ രക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഓപ്പറേഷൻ? ഓപ്പറേഷൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ. വാട്ട് യു നോ അബൌട്ട് ഇറ്റ്? നിങ്ങൾ പഞ്ചായത്ത് ഡയറക്ടറാണ്, ഡോക്ടർ അല്ല. ഞാൻ കൊണ്ടുപോകും. നെവർ. അവർ എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ തന്നെ അവരെ ചികിത്സിക്കും. അവളെന്റെ മാലിയെ കൊല്ലും. അതവർക്ക് എന്ത് പാട ഓപ്പറേറ്റ് ചെയ്യണ്ട. അവളെന്റെ ഭാര്യയെ കൊല്ലും. ഞാൻ ഈ വളർന്ന് ചവിട്ടി പൊളിക്കും. ഭാര്യ പ്രസവിച്ചു. പെൺകുട്ടിയാ. അമ്മയും മോളും സുഖമായിരിക്കുന്നു. എന്റെ ദൈവമേ. ഈശ്വര, ഗീത എന്റെ ഭാര്യയെ ഓപ്പറേറ്റ് ചെയ്ത് കൊന്നെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. യെസ് ഡോക്ടർ, താങ്ക് യു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാം മംഗളമായി നടന്നത്. മാരുതിയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഞാൻ മരുന്ന് കൊടുത്തു, കുത്തിവെച്ചു. അത് അപകടകരമായൊരു മാർഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഏതിലും മാലികയും കുഞ്ഞിനെയും
രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നോർമൽ ഡെലിവറിക്ക് സമയം ആവശ്യമാണ്. ആ കാത്തിരിപ്പിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ പോലും ഭയപ്പെട്ടു. മാലതി, നിങ്ങളെ കൊല്ലാനുള്ള എന്റെ ഒരു നീക്കമാണെന്ന് നിങ്ങളുടെ ഭർത്താവ് തെറ്റിദ്ധരിച്ചു. പക്ഷേ ദൈവം എന്നെ കൈവടിഞ്ഞില്ല. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഭർത്താവ് ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന കാമുകിയോട് പോലും സഹതാപമുള്ള ഒരു നല്ല ഭാര്യയാണ് മാലതി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് ഭാര്യ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നീറി പുകഞ്ഞിരുന്ന സമയം പോലും ചോദിക്കാൻ പാടില്ലാത്ത പലതും ഞാൻ ചോദിച്ചത്. മാലതി, ശ്രീയേട്ടന്റെ കാമുകിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞില്ലേ? ഞാനാണ് ആ ഗീത. പേടിക്കണ്ട, നിങ്ങളുടെ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ ഒരിക്കലും ഞാൻ വരില്ല. ഗീതേ, വാക്കും മനസ്സും ഒന്നുപോലും മരവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മാപ്പി വയ്ക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഗീത എന്റെ കുടുംബത്തിന് ചെയ്തെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് ഞാൻ എന്ത് പ്രതിഫലമാണ് തരേണ്ടത്? സേവനത്തിന് പ്രതിഫലമില്ല. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായും. എങ്കിൽ പറയൂ. ശ്രീയേട്ടന്റെ കുഞ്ഞിന് എന്തിരിട്ടാലും ഗീത എന്ന പേര് മാത്രം ഇടരുത്. ഗീതേ,